മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളിൽ ഗവേഷകനായും പ്രോജക്റ്റ് കോർഡിനേറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാമ്പുകളെക്കുറിച്ചും മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിലും അവയുടെ സംരക്ഷണത്തിലും മികച്ച പ്രായോഗിക പരിചയമുള്ള അദ്ദേഹം പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഇന്ന് സ്നേക്സ് അറൗണ്ട് അസ് മിത്സ് ആൻഡ് ഫാക്ട് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനായി ശ്രീ നന്ദൻ വിജയകുമാർ സാറിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ. താങ്ക് യു. ക്ലാസ് തുടങ്ങാല്ലേ? സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ. സ്ലൈഡ് കാണല്ലോ അല്ലേ? കാണാലോ. എന്റെ ഓഡിയോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു അവസരം തന്ന ജാബിർ, എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജാബിറിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഞാൻ പ്രത്യേകം പാമ്പ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വളരെ വളരെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ മറ്റു ജീവികളുടെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഒരു ആമുഖങ്ങളും അല്ലെങ്കിൽ വിശദീകരണങ്ങളൊക്കെ വേണ്ടി വരും. പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നവർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കേട്ട് നമ്മൾ എന്താ പറയാ പഴകിയ ഒരു പേര് കൂടിയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റും നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്തൊന്നും ഇല്ല, കാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിയാണ് പാമ്പ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ അറിയാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിയാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു എന്നെ പറ്റി ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കഴിഞ്ഞ 10-11 വർഷമായിട്ട് വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക തുടങ്ങിയ മേഖലകളിൽ കുറച്ച് നാളായിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് പ്രവർത്തിച്ചു വരുന്നിട്ടുള്ള ഒരു NGO-യിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ട് പാമ്പുകൾ ഉൾപ്പെടുന്ന ഉരകജീവികളുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു പാമ്പുകളുടെ കാര്യം എല്ലാം പറഞ്ഞു. നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് കേട്ട് എന്താ പറയാ പഴകിയ പേരാണെന്നെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ഏത് തരത്തിലാണ് കേട്ടത് എന്താ നമ്മുടെ ഒരു എന്താ പറയാ അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം. നമ്മൾ പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ കഥകളിലും നമ്മുടെ മുത്തശ്ശി കഥകളിലും അല്ലെങ്കിൽ പഴങ്കഥകളിലായിക്കോട്ടെ എല്ലാം നമ്മൾ ഒരുപാട് പാമ്പുകളെ കുറിച്ച് കേൾക്കാറുണ്ട്. ഇതിലെല്ലാം നമ്മൾ കേട്ട് ശീലിച്ചത് ഒരു വില്ലനായിട്ടുള്ള അല്ലെ, ഒരു നമ്മളെല്ലാം എന്താ പറയാ ആ കഥകളിലെല്ലാം ഒരു വില്ലനായിട്ടുള്ള വില്ലന്റെ പരിവേഷമുള്ള ഒരു ജീവിയായിട്ടാണ് പലപ്പോഴും നമ്മൾ പാമ്പുകളെ കണക്കാക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ രൂപം, അതോടൊപ്പം തന്നെ അവയുടെ വിഷം, എന്താ പറയുക മനോഹരമല്ലാത്ത രൂപങ്ങളെല്ലാം അതെല്ലാം ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഭയത്തിനോടൊപ്പം തന്നെ നമ്മൾ അവയെ ആരാധിച്ചും പോരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പാമ്പിനോട് ഈ ഒരു എന്താ പറയാ ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ നമ്മളെല്ലാവരും പേടിക്കാൻ അല്ലെങ്കിൽ ഭയപ്പെടാനോ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുവാനുള്ള കാരണം എന്താ നമുക്കറിയാം. നേരത്തെ പറഞ്ഞ നമ്മുടെ ഒഫീഡിയോ ഫോബിയ എന്ന് പറയും, പാമ്പിനോടുള്ള ആ ഒരു ഭയം. നമുക്ക് എല്ലാവർക്കും പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു അറപ്പും വെറുപ്പും ഭയവും എല്ലാം പണ്ട് മുതൽക്ക് തന്നെ ഉണ്ട്. അവരുടെ രൂപങ്ങളും എല്ലാം അല്ലെങ്കിൽ നമ്മൾ വിഷം എന്നോടുള്ള ഒരു ഭയം തന്നെയാണ് ഇത് പ്രധാനം. നമ്മൾ മറ്റു ജീവികൾ ഇപ്പം പക്ഷികളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഒരു പക്ഷിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആശ്ചര്യവും കൗതുകവും സ്നേഹവും എല്ലാം നമുക്ക് തോന്നും. പക്ഷെ ആ ഒരു കാര്യം നമുക്ക് പൊതുവെ പാമ്പുകളോട് തോന്നാറില്ല. അപ്പൊ ഒരു തരം സത്യം പറഞ്ഞാൽ ഈ പാമ്പിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് ഒരു ചെറിയ കുഞ്ഞിന് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പേടി ഉണ്ടാവില്ല. പക്ഷെ ആ കുഞ്ഞിന് നമ്മൾ കഥ പറഞ്ഞു കൊടുത്തും അല്ലെങ്കിൽ ആ കുഞ്ഞ് പറഞ്ഞ പാമ്പ് ആരെങ്കിലും കഴിച്ച വാർത്തകൾ വായിച്ചും അങ്ങനെയുള്ള കൂടുതൽ പരിചയപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഭയവും അതേപോലെ കൂടി വരുന്നുണ്ട്. ശരി, ഇനി നമുക്ക് പാമ്പുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് പാമ്പുകൾ?
നമ്മളിപ്പോ എന്നാലും പാമ്പിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും കണ്ട് പരിചയിച്ച ജീവിയാണ് പാമ്പുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് പാമ്പുകൾ എന്ന് പറഞ്ഞാൽ? അപ്പൊ പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെപ്റ്റൈലാണ്, ഒരു ഉരകജീവിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉരകജീവികൾ എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം മുതല, ആമകൾ, ഓന്ത്, അരണ തുടങ്ങിയ ഈ പാമ്പുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഉരകങ്ങൾ അഥവാ റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പൊതുവായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ക്യാരക്ടർ? അത് സ്കെയിൽസ് ആണ്, ശൽക്കങ്ങളാണ്. ശൽക്കങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ പാമ്പിന്റെ ശരീരമാസകലം അതിന്റെ തൊലിക്ക് പുറത്തായിട്ട് എന്താ പറയാ ഒരു ആവരണം പോലെ നിരവധി സ്കെയിലുകളുണ്ട്, ശൽക്കങ്ങളുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ ശൽക്കങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ ശൽക്കങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് കാണപ്പെടുന്ന ജീവികളാണ് പൊതുവെ നമ്മൾ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പാമ്പുകൾ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ഉരകമാണ്. പിന്നെ അതിന് മറ്റു ക്യാരക്ടർ നമുക്കറിയാം. പാമ്പുകൾ ഇഴഞ്ഞിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് ഇഴയുന്നു? കാരണം അവർക്ക് നടക്കുവാനുള്ള കൈകളോ അല്ലെങ്കിൽ കാലുകളോ ഇല്ല. അപ്പോൾ ഈ ഉരക വിഭാഗത്തിൽ കാലുകൾ ഇല്ലാത്ത ഒരു ജീവിയാണ് എന്ത്? ഈ പറയുന്ന പാമ്പുകൾ. മറ്റു ജീവികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിംബ്ലെസ് ലിസാർഡ് ഒഴികെ നമ്മുടെ ചില അരണകളും ചില ഓന്തുകളും ഒഴികെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഉരകങ്ങൾക്കും കൈയും കാലും ഉണ്ട്. അപ്പൊ പാമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കൈയോ കാലോ ഇല്ലാത്തതുകൊണ്ട് തന്നെ എഴഞ്ഞു പോകുന്ന ഒരു ജീവിയാണ്. അത് ഒരു ക്യാരക്ടറാണ്. പിന്നെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൺപോളകളില്ല. ഈ പാമ്പുകൾക്ക് കണ്ണുണ്ട്, പക്ഷെ കണ്ണിനെ അടയ്ക്കുവാനുള്ള നമ്മളെ പോലെ എന്താ പറയാ ചിമ്മുവാനുള്ള കൺപോളകളില്ല, ഐലിഡ്സ് ഇല്ല. ഓക്കെ, പകരം ഇവയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ കണ്ണിനെ സംരക്ഷിക്കുവാനായിട്ട് ഒരു ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ക്യാപ്പ് ഉണ്ട്. കണ്ണിന് പുറമേ ആയിട്ട് തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സ്കെയില് ഇവയ്ക്കുണ്ട് കണ്ണിനെ സംരക്ഷിക്കാനായിട്ട്, കൺപോളയ്ക്ക് പകരമായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാവ് നോക്കി നമുക്ക് മനസ്സിലാകും. അത് ബൈഫർക്കേറ്റഡ് ആയിട്ടുള്ള ഫോർക്ക് ടങ് ആണുള്ളത്. അതായത് രണ്ടായിട്ട് എന്താ പറയാ വിഭജിക്കപ്പെട്ടിട്ടുള്ള അഗ്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള എന്താ പറയാ നാവും ആർക്കുണ്ട്? ഈ പാമ്പുകൾക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ക്യാരക്ടർ പിന്നെ അവരുടെ ബോഡി കുറെ കൂടെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്, ഒരു പൈപ്പ് പോലുള്ള ഒരു ബോഡിയാണ്. അവയ്ക്ക് തലഭാഗമുണ്ട്, ഉടലുണ്ട്, പിന്നെ വാൽഭാഗമുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ തരത്തിലുള്ള ഒരു ജീവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? പാമ്പെന്ന് പറയാം. അപ്പൊ ഞാൻ പാമ്പിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. പാമ്പിനെ നമുക്ക് എങ്ങനെയൊക്കെ എന്താ പറയാ വിലയിരുത്താം അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് വർണ്ണിക്കാം എന്നതിന്റെ ഒരു ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന്റെ മറ്റൊരു കാര്യം, പാമ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രക്രിയയാണ് ഈ മോൾട്ടിങ് അല്ലെങ്കിൽ പടം പൊഴിക്കുക എന്നൊക്കെ പറയുന്നത്. പാമ്പിന്റെ ചട്ടം പൊഴിക്കുക, പടം പൊഴിക്കുക എന്നൊക്കെ എല്ലാവരും പറയുന്നത് മോൾട്ടിങ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഈ തൊലിക്ക് പുറമേ ആയിട്ട് എന്താ പറയാ തൊലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അഡാപ്റ്റേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഈ പറയുന്ന സ്കെയിൽസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്കെയിൽസ് കുറച്ച് നാള് പഴകുന്നതനുസരിച്ച് എന്താ പറയാ അവയുടെ എന്താ ക്യാരക്ടർ നഷ്ടപ്പെടും. അപ്പൊ എന്താ ചെയ്യാ? ഈ പാമ്പുകൾ ഒരു നിശ്ചിത കാലയളവില് ഈ പാമ്പിന്റെ പടം അല്ലെങ്കിൽ അതിന്റെ പുറമേയുള്ള ഈ സ്കെയിലുകൾ, ശൽക്കങ്ങൾ അങ്ങനെ അത് ഉടുപ്പൂരി കളയുന്ന പോലെ അത് പൂർണ്ണമായിട്ടും ഊരിക്കളയും. അതാണ് നമ്മൾ ഈ പടം പൊഴിക്കൽ, അതിൽ ശാസ്ത്രീയമായിട്ട് എഗ്ഡൈസിസ് എന്ന് പറയുന്ന മോൾട്ടിങ് എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ നിങ്ങൾ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാകും, ഈ പാമ്പിന്റെ മൂക്കിന് അറ്റം മുതൽ അതായത് തലയുടെ അഗ്രം മുതൽ വാലിന്റെ അഗ്രം വരെയുള്ള എല്ലാ ശൽക്കങ്ങളും എന്താ പറയാ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഇത് പൊഴിച്ചു കളയും. അപ്പൊ നമ്മൾ എല്ലാവരും ആലോചിക്കും എങ്ങനെയായിരിക്കും ഇത് പൊഴിക്കുക എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അതിൽ കയ്യോ കാലോ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ഷർട്ട് ഊരും പോലെയോ അല്ലെങ്കിൽ കുപ്പായ ഊരും പോലെയോ ഒന്നും ഒരിക്കലും നമുക്ക് ഈ പാമ്പുകൾക്ക് പറ്റില്ല. അപ്പൊ പാമ്പുകൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞ പോലെ സ്കെയിൽസ് പഴകുമ്പോൾ അതിന്റെ തലയുടെ അഗ്രത്തിൽ നിന്നാണ് അത് പതിയെ ഊരാൻ തുടങ്ങും. അത് നല്ല പരുപരുത്ത പ്രതലത്തിൽ ഉരച്ചിട്ട് അതിൽ കൊളുത്തുകയോ അല്ലെങ്കിൽ ഉരയ്ക്കുകയോ ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്കെയിൽസ് പൂർണ്ണമായിട്ട് ഇവർ ഊരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ ഐ ക്യാപ്പ് കാണാൻ സാധിക്കും. കാണുന്നില്ല? കണ്ണിനോട് ചേർന്നുള്ള ഒരു കറക്റ്റ് അതിന്റെ ഒരു കണ്ണിനെ മറയ്ക്കുന്ന തരത്തിലുള്ള ഒരു സ്കെയിൽ ഉണ്ട്. അതാണ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ വലത് സൈഡിൽ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയാ പടം പൊഴിഞ്ഞാണ് കാണുന്നത്. അപ്പൊ പലപ്പോഴായിട്ട് ഇങ്ങനെ ഈ പടം പൊഴിച്ചതിന് ശേഷം പാമ്പുകൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ കാണാൻ സാധിക്കും. അപ്പൊ പാമ്പിന്റെ ഈ പറഞ്ഞ പോലെ പടം എന്താ പറയാ പഴകുന്തോറും അതിന്റെ നിറം കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ കരിഞ്ചേര
അല്ലെങ്കിൽ കരിമൂർഖൻ എന്നൊക്കെ നമ്മൾ പാമ്പുകളെ വിശേഷിപ്പിക്കും. കാര്യം അതിന്റെ നിറം ഈ പറഞ്ഞ പോലെ പഴകുന്ന സ്കെയിലുകൾ കുറച്ചും കൂടെ ഡാർക്ക് കളർ ആയിരിക്കും. മഞ്ഞച്ചേര അല്ലെങ്കിൽ പുല്ലാനി മൂർഖൻ എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ഈ പടം പൊഴിച്ച ശേഷം പാമ്പ് വളരെ നല്ല കളർഫുൾ ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ അതിനെ എന്താ പറയാ, ബ്രൈറ്റ് കളറുള്ള കാരണമാണ് മഞ്ഞച്ചേര അല്ലെങ്കിൽ പുല്ലാനി മൂർഖൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്നേക്കിന്റെ സെൻസ്, അത് ഈ പറയാം നമ്മള് ഇന്ദ്രിയങ്ങളുടെ കാര്യം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാമ്പിന്റെ ചെവി. എല്ലാവർക്കും അറിയാമായിരിക്കും പാമ്പിന് ചെവി ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ചിത്രം, ഈ ഒരു പാമ്പിന്റെ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ചെവി കാണുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ചെവിയോ അല്ലെങ്കിൽ ചെവിക്ക് സമാനമായിട്ടുള്ള ചെറിയ സുഷിരങ്ങളോ ഒന്നും ഈ പാമ്പിന്റെ കാര്യത്തിൽ ഇല്ല. അപ്പൊ പാമ്പ് നമുക്കറിയാം, നമ്മുടെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഇരുവശമുള്ള എന്താ പറയാ, ഈ വിടർന്നു നിൽക്കുന്ന കർണപടം, അതാണ് നമ്മളിപ്പോ ബാഹ്യമായിട്ടുള്ള ചെവി എന്ന് പറയുന്നത്. പക്ഷെ പാമ്പിന്റെ കാര്യത്തിൽ ഈ പറയുന്ന ചെവിയില്ല. അപ്പൊ ആ ചെവി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുവാനുള്ള കഴിവുകൾ ആർക്കില്ല? പാമ്പുകൾക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഈ പാമ്പിന്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ ഒച്ച ഉണ്ടാക്കിയാലോ കൂകിയാലോ, ഇപ്പൊ പണ്ട് നമ്മൾ പറയാറില്ലേ, ഈ വൈകുന്നേരങ്ങളിൽ ചൂളം അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസിലടിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരും, നമ്മുടെ പഴയ പഴമക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളെ പേടിപ്പിക്കാറുണ്ട്. നമ്മൾ പേടിക്കും, നമ്മൾ പിന്നെ ഈ പാമ്പിന്റെ കാര്യമായത് കാരണം പേടിച്ചിട്ട് നമ്മൾ എന്താ പറയാ ചൂളം അടിക്കാറില്ല. പക്ഷെ അതിൽ ഒരു വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് സത്യം. കാര്യം പാമ്പിന് കേൾക്കുവാനുള്ള കഴിവ് പൂർണ്ണമായിട്ടുമില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാട്ടി മകുടി ഊതുമ്പോൾ പാമ്പ് എന്താ പറയാ അതിനൊപ്പം തന്നെ എന്താ പറയാ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ചലിക്കുക എന്നൊക്കെ ഒരു വിഷയം പലരും പറയാറുണ്ട്. പക്ഷെ അതും ഇതേ സെയിം സംഭവമാണ്. പാമ്പ് ഈ മകുടിയുടെ ഒച്ച കേട്ടിട്ടല്ല, പകരം അയാൾ ഈ മകുടിയുടെ ഒപ്പം ഈ പറഞ്ഞ പാമ്പാട്ടിയും ചലിക്കുന്നപ്പോൾ ആ ചലിക്കുന്നതിനോടൊപ്പമാണ് ഈ പറഞ്ഞ പോലെ പാമ്പ് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും അതിന്റെ ഒച്ച കേട്ടിട്ടല്ല ചലിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെവിയുടെ കേൾവിയുടെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മെല്ല്, അവയുടെ എന്താ പറയാ മണം പിടിക്കുവാനുള്ള കഴിവ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മൂക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണം പിടിക്കുക. നമ്മൾ മൂക്ക് ഉപയോഗിച്ച് മണം പിടിക്കാറുണ്ട്, അതേപോലെ ശ്വാസം എടുക്കാറുണ്ട്. പാമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അവ മൂക്കുപയോഗിച്ച് ശ്വാസം എടുക്കാറുണ്ട് അല്ലെങ്കിൽ ശ്വസിക്കുവാറുണ്ട്. പക്ഷേ അവർ മണം പിടിക്കുന്നത് അല്ലെങ്കിൽ മണം സ്വീകരിക്കുന്നത് നാവുകൾ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവയുടെ നാവ് ബൈഫർക്കേറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫോർക്ക് ടങ്കാണ്, അല്ലെങ്കിൽ രണ്ട് തരത്തില് കട്ട് ചെയ്യപ്പെട്ട, അഗ്രം 2 തരത്തിൽ കട്ട് ചെയ്യപ്പെട്ട 2 ലോബുകൾ ഉള്ള തരത്തിലുള്ള നാവുകളാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് കാരണം എന്ത് ചെയ്യാ, ആ നാവിലാണ് ഇവയുടെ സ്മെല്ലിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഏതെങ്കിലും പ്രേസ്, അവയുടെ ഇരകൾ അല്ലെങ്കിൽ അവയുടെ ഭക്ഷണത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവയുടെ സ്മെല്ല് പിടിക്കാനായിട്ടാണ് ഈ നാവ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നാവ് 2ആയിട്ട് എന്താ പറയാ വിഭജിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ദിശ അറിയാനായിട്ടാണ്. ഇത് ഏത് ദിശയിൽ നിന്നാണ് ഈ പറഞ്ഞ സ്മെല്ല് വരുന്നത് എന്ന് അറിയാനായിട്ടാണ് അവർക്ക് 2 ലോബ് ഉള്ളത്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ കാര്യം വിഷൻ, അവയുടെ കാഴ്ച. പാമ്പിന്റെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, പാമ്പുകൾക്ക് കണ്ണുണ്ട്, കാഴ്ചശക്തി ഉണ്ട്. എന്നാൽ മനുഷ്യനുള്ള പോലുള്ള കാഴ്ചശക്തി ഇല്ല. കാര്യം അവർക്ക് പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള നീല, പച്ച, ചുവപ്പ് എന്നതിൽ നീലയും പച്ചയും മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. റെഡ് കളർ അല്ലെങ്കിൽ ചുവന്ന വർണ്ണത്തിനെ തിരിച്ചറിയുവാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പൊ ചുവപ്പും അല്ലെങ്കിൽ ചുവപ്പുമായിട്ട് ബന്ധപ്പെട്ട നിറങ്ങളൊന്നും പാമ്പിന് തിരിച്ചറിയുവാനുള്ള കഴിവില്ല. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ പാമ്പിന് കാഴ്ചശക്തി ഉണ്ട്. ദെൻ ഞാൻ പറഞ്ഞു ഇവർക്ക് എന്താ പറയാ ചെവി ഇല്ലാത്തത് കാരണം കേൾവി ശക്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇവര് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ കേൾക്കുന്നത് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് മറ്റു ജീവികളുടെ ചലനങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു? പകരം ഇവർ ഈ ചലനങ്ങളെയാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് പാമ്പ് നമ്മുടെ അടുത്തുണ്ട്, നമ്മൾ ഒച്ചത്തിൽ അലർന്നു, പാമ്പ് കേൾക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? പതിയെ പുറകോട്ട് നടക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് പാമ്പ് എന്ത് ചെയ്യുക? തിരിച്ചറിയും. അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവര് സ്വീകരിക്കുന്നത് വൈബ്രേഷൻ ആണ്, കമ്പനങ്ങൾ അല്ലെങ്കിൽ പ്രകമ്പനങ്ങൾ, ഭൂമിയിലൂടെ വരുന്ന പ്രകമ്പനങ്ങൾ അവരെന്ത് ചെയ്യുന്നത്? അവര് സ്വീകരിക്കുന്നത്. അതാണ് അവർ തിരിച്ചറിയുന്നത്. എങ്ങനെ തിരിച്ചറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവയുടെ കീഴ്ത്താടിയുടെ താഴെയായിട്ട് കാണുന്ന ഈ എല്ലുകളെല്ലാം ഉപയോഗിച്ച് എന്താ പറയാ ഈ വരുന്ന പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ കമ്പനങ്ങളെ സ്വീകരിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? പാമ്പുകൾക്കുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഇത് തലച്ചോറിലെത്തുകയും ഈ പറയുന്ന മൂവ്മെന്റ്സ്, നമ്മൾ ഏതെങ്കിലും ചലിക്കുന്നതോ അല്ലെങ്കിൽ പ്രകമ്പനം വന്ന ദിശയെല്ലാം പാമ്പിന് അറിയുവാൻ
സാധിക്കുന്നുണ്ട്. അപ്പൊ വൈബ്രേഷൻ ആണ് പ്രധാനമായിട്ടും പാമ്പുകൾ ഉപയോഗിക്കുന്ന ഒരു സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചില പാമ്പുകൾ നമ്മൾ ഈ പറഞ്ഞ പൈത്തൻ പോലുള്ള അല്ലെങ്കിൽ പെരുമ്പാമ്പ് പോലുള്ള പാമ്പുകളോ അല്ലെങ്കിൽ പിറ്റ് വൈപ്പർ, കുഴിമണ്ടലി, നമ്മുടെ അണലിയുടെ ഭാഗത്തിൽപ്പെടുന്ന കുഴിമണ്ടലി എന്ന് പറയുന്ന കുറച്ച് പാമ്പുകളുണ്ട്. അപ്പൊ ഈ പാമ്പുകൾക്കെല്ലാം ഹീറ്റ് സെൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റു ജീവിയുടെ അല്ലെങ്കിൽ ഉഷ്ണജീവികളുടെ ചൂടിനെ തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ജീവികൾ ഈ അടുത്ത് പോകുമ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ എലികളൊക്കെ ആണെങ്കിൽ സപ്പോസ് അവ പോകുമ്പോൾ അവയുടെ ശരീരത്തിലെ ചൂടിനെ തിരിച്ചറിയുവാനുള്ള ഒരു ഒരു പിറ്റ് ഉണ്ട്, ഒരു കുഴിയുണ്ട്. അതൊരു ഹീറ്റ് സെൻസിങ് പിറ്റ് എന്ന് പറയും. താപ സംവേദന കുഴിയോ അവയവം എന്ന് പറയുന്ന ഒരു ഒരു പിറ്റ് ഉണ്ട്. അപ്പൊ ആ പിറ്റ് ഉപയോഗിച്ച് എന്താ പറയുക, ഈ ചൂടിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഓക്കെ, അത് പിറ്റ് വൈപ്പർ അല്ലെങ്കിൽ പൈത്തൻ പോലുള്ള പെരുമ്പാമ്പ് പോലുള്ള ജീവികൾക്കാണ് ആ ഒരു കഴിവുള്ളത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പാമ്പുകളുടെ സെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര നേരം പാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ കാഴ്ചയുടെ കാര്യം പറഞ്ഞു, കേൾവിയുടെ കാര്യം പറഞ്ഞു, അത് മോൾട്ട് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പടം പൊഴിക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ അവയുടെ മറ്റു ഫീച്ചേഴ്സുകൾ, ഒരു പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് ഒരു പാമ്പിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കുവാനുള്ള കുറച്ച് അറിവുകൾ. ദെൻ ഇത് ഒരുപക്ഷെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് പാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ ചുറ്റും കാണുന്ന പ്രധാനപ്പെട്ട കുറച്ച് പാമ്പുകളെ കുറിച്ച്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ ചിത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു 3-4 പാമ്പാണ്. അതില് പിന്നെ അതേപോലെ ഈ ചിത്രത്തിൽ കുറച്ച് പാമ്പുകളുണ്ട്. നമ്മൾ എന്താ പറയാ, ഇതിൽ തന്നെ വിഷമുള്ളതും വിഷമില്ലാത്തതും. ഒരുപക്ഷെ നമ്മൾ ഈ പാമ്പ് എന്നറിയുമ്പോൾ പലപ്പോഴും പലർക്കും അതിന്റെ സ്പീഷീസുകൾ അത് ഏത് ഇനമാണ്, വിഷപ്പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ ഒന്നും പൊതുവെ ആർക്കും അറിയാറില്ല. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവരെല്ലാം നമ്മുടെ നാട്ടുപുറത്താണെങ്കിലും ഒരു പാമ്പ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ഗസ് ചെയ്യുക, ഇതിൽ ഏതാണ് വിഷമുള്ള പാമ്പ്, ഇത് ഏതാണ് വിഷമില്ലാത്ത പാമ്പ്. നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിൽ നിങ്ങൾ ഇതിൽ ഏതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വിഷമുള്ള പാമ്പാണെന്ന് തോന്നുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഒന്ന് നോക്കുക. ഇതേപോലെ കുറച്ച് പാമ്പുകളുടെ ചിത്രങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് കുറച്ച് വിഷമുള്ളത് ഏതാ വിഷമില്ലാത്തത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഒന്ന് നോക്കുക. ഇനി ഈ കാണിച്ചിരിക്കുന്ന പാമ്പുകൾ ഒരുപക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ കാണിച്ചിരിക്കുന്ന പാമ്പുകൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ കൂടിയിരിക്കുന്ന ഇടത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതില് ഭൂരിപക്ഷം വരുന്ന പാമ്പുകളിൽ ആൾക്കാര് വിഷമുള്ള പാമ്പാണെന്നായിരിക്കും പറയുന്നത്, അല്ലെ? അതിൽ എന്തുകൊണ്ടായിരിക്കും പറയാൻ കാര്യം? എന്തുകൊണ്ടായിരിക്കാം? വളയങ്ങൾ, അല്ലെ? ഏതൊരു പാമ്പിനും വളയങ്ങൾ അല്ലെങ്കിൽ വരകളുള്ള പാമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, അതിനെ വിഷമുള്ള പാമ്പായിട്ടാണ് കരുതുക, അല്ലെ? ശങ്കൂരെന്നോ അല്ലെങ്കിൽ ഏട്ടടിമൂർക്കെന്നോ നമ്മൾ എന്താ പറയാ, വളരെ ജനറൽ ആയിട്ട് നമ്മൾ അതിനെ വിലയിരുത്തും. അത് ഇന്ന പാമ്പാണെന്ന് പറയുന്നു, തല്ലിക്കൊല്ലുന്നു. ഇതാണ് നമ്മുടെ പൊതുവെ നമ്മുടെ എല്ലാ ഇടങ്ങളിലും കാണപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വരകളെയാണ് പേടി. അവര് വിഷപ്പാമ്പാണ് എന്ന് പറയുന്ന പാമ്പ് ഏതായിരിക്കും? വരകളുള്ള പാമ്പുകളായിരിക്കും. ഓക്കെ, എന്നാൽ ഞാൻ ഈ ചിത്രത്തിൽ ഒരു 10 പാമ്പിനെ തന്നിട്ടുണ്ട്. വരകളുള്ള 10 പാമ്പുകളുണ്ട്. ഈ 10 പാമ്പില് ഒരേ ഒരു പാമ്പിന് മാത്രമാണ് വിഷമുള്ളത്. അത് മുകളിൽ നിന്ന് 5ാമത് കാണുന്ന പാമ്പ്. അത് നമ്മുടെ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശങ്കൂരൻ, എട്ടടി വീരൻ, എട്ടടി മൂർഖൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റിനാണ്. അപ്പൊ ഈ ഒരു പാമ്പ് ഒഴികെയുള്ള മറ്റു എല്ലാ പാമ്പും വിഷമില്ലാത്ത പാമ്പാണ്. ഓക്കെ, പക്ഷെ ആലോചിച്ച് നോക്കുക, ഈ പാമ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആൾക്കാർ ആദ്യം തല്ലിക്കൊല്ലും, അല്ലെ? അപ്പൊ സ്ട്രൈപ്സ് അല്ലെങ്കിൽ വരകൾ അല്ലെങ്കിൽ വളയങ്ങൾ ഒരിക്കലും പാമ്പ് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നിർണയിക്കുവാനുള്ള ഒരു മാർഗം അല്ല. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കേരളത്തിലെ കുറച്ച് പാമ്പുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. പ്രധാനമായിട്ടും കേരളത്തില് 130ഓളം ഇനം പാമ്പുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഏകദേശം 11 ഇനം ഫാമിലികളിലായിട്ട് 11 ഇനം കുടുംബങ്ങളിലായിട്ട് ഏകദേശം 130ഓളം വരുന്ന പാമ്പുകളുണ്ട്. അതിൽ ചില കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാമിലി മാത്രം ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ഒന്നാമത് ഇലാപ്പിഡ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇതിലാണ് വിഷമുള്ള പാമ്പുകൾ, ഒട്ടുമിക്ക വിഷമുള്ള പാമ്പുകളും ഉൾപ്പെടുന്നത് ഇലാപ്പിഡ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ്. അതിലാണ് നമ്മുടെ മൂർഖൻ, ഈ പറയുന്ന ശങ്കൂരയൻ, പിന്നെ കോറൽ പാമ്പുകൾ, കോറൽ സ്നേക്സ് എന്ന് പറയുന്ന കുറച്ച് പവിഴ പാമ്പുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കടൽ പാമ്പുകളെല്ലാം ഉൾപ്പെടുന്നത് ഇലാപ്പിഡ എന്ന് പറയുന്ന കുടുംബത്തിലാണ്.
രണ്ടാമത് കുടുംബം ഏറ്റവും വലിയ ഫാമിലി ആയിട്ടുള്ള കൊളുമ്പുരുടെ, നമ്മുടെ വിഷം ഇല്ലാത്ത നമ്മുടെ ചേര പോലുള്ള ചേര, കാട്ടുപാമ്പ് തുടങ്ങിയ പാമ്പുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് കൊളുമ്പുരുടെ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത് വൈപ്പറുടെ, നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വൈപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞ പിറ്റ് വൈപ്പറിൽ ഉൾപ്പെടുന്ന വൈപ്പറുടെ എന്ന് പറയുന്ന അണലി ഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ കുടുംബമാണ്. പിന്നെ ബോയിയുടെ, പൈത്തനുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോവ എന്നല്ലെ മണ്ണൂലി ഉൾപ്പെടുന്ന പാമ്പുകള്, പൈത്തൻ നമ്മുടെ പെരുമ്പാമ്പ് ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ്. യൂറോപ്പെൽറ്റിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമില്ലാത്ത ഷീൽഡ് ടെയിൽ എന്ന് പറയുന്ന ഒരു പാമ്പിന്റെ ഫാമിലിയാണ്. പിന്നെ അതേപോലെ വോം സ്നേക്ക് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്നേക്ക്, കുരുടൻ പാമ്പൊക്കെ ഉൾപ്പെടുന്ന ടിഫ്ലോപ്പിഡേ എന്നും ജെറോപ്പിലിഡേ എന്ന് പറയുന്ന രണ്ട് ഫാമിലീസ് ഉണ്ട്. പിന്നെ ഹെമലോസിഡേ എന്ന് പറയുന്ന ചെളിക്കുട്ട പാമ്പ്, മാർഷ് സ്നേക്സ്, പിന്നെ നമ്മുടെ ഡോഗ് ഫേസ് സ്നേക്സ് ഉൾപ്പെടുന്ന കുറച്ച് പാമ്പുകളുള്ള വെള്ളത്തിൽ കാണുന്ന പാമ്പുകളുടെ ഫാമിലിയാണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏകദേശം 130ഓളം ഇനം പാമ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം പാമ്പിനെ അറിയാം. നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന നമ്മൾ കുറച്ച് ഒരു 10ഓ 12ഓ പാമ്പുകൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതുൾപ്പെടെ നമ്മൾ കാണാത്ത തന്നെ 130ഓളം ഇനം പാമ്പുകൾ. ഇനി ഈ പാമ്പുകൾ, ഞാൻ പറഞ്ഞു 130ഓളം ഇനം പാമ്പെന്ന് പറഞ്ഞു, ഈ പാമ്പുകളെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പൊതുവെ നമ്മുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളെല്ലാം കാടുകളിലാണ് കാണുന്നത്. ഒരു പാമ്പും കാടിന് വിട്ട് വേറെടുത്തില്ല. എല്ലാ പാമ്പുകളും കാണുന്നത് കാടുകളിലാണെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു 130 ഇനം പാമ്പുകളിൽ ഒട്ടുമിക്ക പാമ്പുകളും കാണുന്നത് കാടുകളിലാണ്. ഈ കാടുകൾ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള കാടുകളാണ്. മഴക്കാടുകൾ, വളരെ ഉയരം കൂടിയ കാടുകളാണ്, ചോലക്കാടുകൾ കാണാം, പുൽമേടുകൾ ഉൾപ്പെടുന്ന പാമ്പുകൾ കാണാം, ചതുപ്പിൽ കാണുന്നതുണ്ട്, പിന്നെ വെള്ളത്തിൽ കാണുന്ന പാമ്പുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടൽ പാമ്പുകളുണ്ട്, പിന്നെ മണ്ണിനടിയിൽ കാണുന്ന പാമ്പുകളുണ്ട്. പലപ്പോഴും കുറച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മണ്ണിനടിയിൽ മാത്രം പ്രധാനമായിട്ട് താമസിക്കുന്ന കുരുടൻ പാമ്പല്ല പോലത്തെ ഒരുപാട് പാമ്പുകളുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ആവാസ വ്യവസ്ഥകളിലാണ് പാമ്പുകൾ കാണപ്പെടുന്നത്. ഇനി മറ്റൊരു പിന്നെ മരത്തിൽ കാണുന്ന പാമ്പുണ്ട്, നമ്മുടെ വില്ലൂന്നി എന്ന് പറയുന്ന പാമ്പ് ഉൾപ്പെടെയുള്ള മരത്തിൽ കൂടുതലായിട്ട് കാണുന്ന പാമ്പുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, ഞാൻ ഇതിൽ പറയാത്തതാണ്, നമ്മുടെ കാടുകൾ കാണുന്ന ഒട്ടുമിക്ക പാമ്പുകളും കാടുകളിൽ കാണുന്നത് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചുറ്റും കാണുന്ന ചില പാമ്പുകൾ വളരെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ചില പാമ്പുകളെല്ലാം കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, അത് വയലുകളായിക്കോട്ടെ, പ്ലാന്റേഷനോ തോട്ടങ്ങളായിക്കോട്ടെ, നമ്മുടെ വീടിനുള്ള ചുറ്റുപാടായിക്കോട്ടെ, അല്ലെങ്കിൽ കുറ്റിക്കാടുകളായിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ചില പാമ്പുകൾ കാണപ്പെടുന്നത്. ആ പാമ്പുകളെല്ലാം, അതിൽ ഒട്ടുമിക്ക പാമ്പുകളും നല്ല വീര്യം കൂടിയ വിഷമുള്ള പാമ്പുകളും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പതിയെ പറയാം. അപ്പോ നമ്മൾ പാമ്പുകളെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില പാമ്പുകളുണ്ട്. ആ പാമ്പുകളെയാണ് ബിഗ് 4 സ്നേക്സ് എന്ന് പറയുന്നത്. ബിഗ് 4 സ്നേക്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 4 പാമ്പുകൾ. പിന്നെ എന്തുകൊണ്ടാണ് ഇവയെ ബിഗ് 4 സ്നേക്സ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഭയത്തിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഓരോ വർഷവും 1 ലക്ഷത്തിൽ പരം ആൾക്കാർ പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. അതിൽ തന്നെ 6000-ഓളം ആൾക്കാർ ഒരു പ്രതിവർഷം മരിച്ചു പോകാറുണ്ട്. അപ്പൊ ഈ പറയുന്ന പാമ്പ് കടിക്ക് അല്ലെങ്കിൽ മനുഷ്യർ മരണപ്പെടുവാൻ കാരണമാകുന്ന വിഷമുള്ള അല്ലെങ്കിൽ മനുഷ്യനെ കടിക്കുന്ന ഒരു 4 പ്രധാനപ്പെട്ട പാമ്പ്, ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 1 ലക്ഷം അല്ലെങ്കിൽ 6000 പേര് മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം 96%, 97% വരുന്ന മരണങ്ങൾക്കും കാരണമാകുന്ന 4 പാമ്പുകളുണ്ട്. ആ 4 പാമ്പുകളെയാണ് നമ്മൾ ബിഗ് 4 സ്നേക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഈ 4 പാമ്പ് ഇതിൽ ബിഗ് 4 സ്നേക്സ് എന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മരണങ്ങൾക്ക് കാരണമാകുന്ന 4 പാമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് ഏതെങ്കിലും പാമ്പിന്റെ വിഷത്തിനെ പ്രതിരോധിക്കാൻ മരുന്നുണ്ടെങ്കിൽ അതിന് ആന്റി സ്നേക് വെനം എന്ന് പറയും. അപ്പൊ ആ ആന്റി സ്നേക് വെനം ഈ പറയുന്ന 4 പാമ്പുകളുടെ വിഷത്തിന് എതിരായിട്ടാണ്. അതായത് ഈ 4 പാമ്പിൽ ഏതെങ്കിലും ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ കുത്തിവെക്കുന്ന പ്രതിരോധ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി സ്നേക് വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പാമ്പിന്റെയും വിഷത്തിന് എതിരായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവയെ ബിഗ് 4 സ്നേക്സ് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന പ്രധാനമായിട്ടുള്ള 4 പാമ്പുകൾ. ഓക്കെ, ഇനി നമുക്കിനി ഓരോ പാമ്പിനെ പരിചയപ്പെടാം. സ്പെക്ടിക്കിൾഡ് കോബ്ര അല്ലെങ്കിൽ മൂർഖൻ എന്ന് പറയുന്ന
നമ്മൾ ചിലപ്പോൾ ചിലർ സർപ്പങ്ങൾ എന്ന് പറയും, പണ്ട് കാലങ്ങൾ സർപ്പം, നാഗം എന്നൊക്കെ കൂടുതൽ വിശേഷിപ്പിക്കുന്ന പാമ്പ് ഈ പറയുന്ന സ്പെക്ടക്കിൾ കോബ്ര. നമ്മൾ കാവുകളിലും അല്ലെങ്കിൽ പണ്ടൊക്കെ കഥകളിലൊക്കെ ഈ പറയുന്ന ചിതൽപുറ്റിലൊക്കെ ഉയർന്നു വരുന്ന പാമ്പ്, പത്തിയുള്ള തരം ഇല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന പാമ്പുകളെല്ലാം ഈ പറയുന്ന സ്പെക്ടക്കിൾ കോബ്രയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മൂർഖൻ പാമ്പാണ്. ഇനി ഈ മൂർഖൻ പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് പത്തി, അതിന്റെ തലയുടെ താഴ്ഭാഗത്തായിട്ട് കഴുത്തിന് ഇരുവശത്തുമായിട്ട് എന്താ പറയാ, കുറച്ച് പരന്ന തരത്തിലുള്ള സ്കിന്നെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പരതരത്തിലുള്ള ഒരു പത്തി ഉള്ള പാമ്പാണ് ഈ കോബ്ര അല്ലെങ്കിൽ മൂർഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതോടൊപ്പം പത്തിയുടെ പിൻഭാഗത്തായിട്ട് ഒരു അടയാളത്തിൽ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് അടയാളത്തില് അല്ലെങ്കിൽ ഒരു കണ്ണട അടയാളത്തില് ഒരു മാർക്ക് ഉണ്ട്, ഒരു അടയാളമുണ്ട്. അപ്പൊ ആ അടയാളം കാരണമാണ് ഇതിനെ സ്പെക്ടക്കിൾ കോബ്ര എന്ന് പറയുന്നത്. കോബ്രയില് കണ്ണട അടയാളമുള്ള പാമ്പാണ് സ്പെക്ടക്കിൾ കോബ്ര. നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരേ ഒരു മൂർഖൻ മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന പുല്ലാനി മൂർഖൻ അല്ലെങ്കിൽ സർപ്പം, നാഗം, മൂർഖൻ എന്നൊക്കെ പറയുന്ന, കരിമൂർഖൻ എന്നൊക്കെ പറയുന്ന ഈ ഒരൊറ്റൊരു കോബ്ര, സ്പെക്ടക്കിൾ കോബ്ര. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളരെ വിഷമുള്ള പാമ്പാണ്, ഉഗ്ര വിഷമുള്ള ഒരു പാമ്പാണ്, ഹൈലി വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പൊ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ന്യൂറോടോക്സിക് എന്ന് പറയുന്നത്. ഇവയുടെ വിഷം ന്യൂറോടോക്സിക് ആണ്, നമ്മുടെ നാഡീ വ്യവസ്ഥ, തലച്ചോറ് ഉൾപ്പെടുന്ന നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പലപ്പോഴും പാമ്പിന്റെ കടി ഏറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയാ, കാഴ്ച മങ്ങുക, കാഴ്ച രണ്ടായിട്ട് തോന്നുക, എന്താ പറയാ, ലേറ്റ് ആവുന്ന അനുസരിച്ചിട്ട് ശരീരത്തിന്റെ നിറം പതിയെ പതിയെ മങ്ങുക, കടിച്ച ഭാഗത്ത് നീര് വരിക, ഛർദ്ദിക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക എന്നൊക്കെയുള്ള ലക്ഷണം കാണിക്കുന്നത് ഇവ ന്യൂറോടോക്സിക് ആയത് കാരണമാണ്, നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന കാരണമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പാമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന പാമ്പിന് നമുക്ക് എത്ര കാടുകളിൽ പോയാൽ കാണാൻ സാധിക്കും? ഇവയെല്ലാം ബഹുഭൂരിപക്ഷം കാണുന്നത് നമ്മുടെ ചുറ്റുപാട് തന്നെയാണ്. ദെൻ ഈ ഒരു പാമ്പിനെ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു പാമ്പാണ് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി. ചിലര് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മണ്ഡലി എന്നൊക്കെ പറയുന്ന ഒരു പാമ്പാണ് റസൽസ് വൈപ്പർ, അണലി എന്ന് നമുക്ക് പറയാം. അണലി പാമ്പിന്റെ ഒരു പ്രത്യേകത, നിങ്ങളൊരു ഇതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഇവയുടെ തല കുറച്ചുകൂടെ ത്രികോണാകൃതിയിലുള്ള ഒരു തലയുള്ള ഒരു പാമ്പാണ്. ശരീരമാസകലം ഒരു എന്താ പറയാ കോർത്ത വളയങ്ങൾ പോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 3 വരിയായിട്ടുള്ള എന്താ പറയാ വളയങ്ങളുള്ള ഒരു പാമ്പാണ്. പിന്നെ എന്താ പറയാ കുറച്ച് തടിച്ചിട്ടുള്ള പാമ്പാണ്, മറ്റു പാമ്പിനെ കാട്ടി കുറച്ചുകൂടെ തടിയുള്ള ഒരു പാമ്പ് കൂടിയാണ് ഈ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ അണലി എന്ന് പറയുന്ന പാമ്പ്. വൈകുന്നേരങ്ങൾ വളരെ ആക്റ്റീവായിട്ട്, വളരെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിലൊക്കെയാണ് ഇവ പ്രധാനമായിട്ടും ആക്റ്റീവ് ആകുക, കൂടുതൽ എന്താ പറയാ സഞ്ചരിക്കുന്ന. ഓക്കെ, സോ ഈ പറഞ്ഞ പാമ്പ് ഞാൻ പറഞ്ഞ വൈപ്പർ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പാണ്. വൈപ്പർ വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ഇവയുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോടോക്സിക് ആണ്. രക്തങ്ങളെ അല്ലെങ്കിൽ രക്തകോശങ്ങളെ, ബ്ലഡിനെ അഫക്ട് ചെയ്യുന്ന വിഷമാണ് ഈ പറയുന്ന റസൽസ് വൈപ്പറിന്റെ അണലിയുടേത്. പലപ്പോഴായിട്ട് ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടീത്ത് ഉണ്ട് അവർക്ക്. പുറകിലോട്ട് മടക്കി വെക്കാൻ കഴിയുന്ന വളഞ്ഞിട്ടുള്ള വലിയ 2 പല്ലുകളാണ് ഇവയ്ക്കുള്ളത്. അപ്പൊ അത് കാരണം പലപ്പോഴായിട്ട് ഇവ കടിച്ച ശേഷം മാക്സിമം വിഷം ഇഞ്ചക്ട് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന പാമ്പുകൾക്കുണ്ട്. ഓക്കെ, സോസ്കെയിൽ വൈപ്പർ ഒരുപക്ഷെ കേരളത്തിൽ വളരെ വിരളമായിട്ട് കാണുന്ന ഒരു പാമ്പാണ്. കേരളത്തിന് പുറത്തുള്ള വരണ്ട പ്രദേശങ്ങളിലൊക്കെ സുലഭമായിട്ട് കാണുന്നതും, കേരളത്തില് കാസർഗോഡുള്ള ചീമേനി ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ ചെങ്കൽ പരപ്പുകളിൽ കാണപ്പെടുന്ന ഒരു അണുവിഭാഗത്തിൽപ്പെടുന്ന ഒരു പാമ്പാണ് സോസ്കെയിൽ വൈപ്പർ അല്ലെങ്കിൽ അറക്കവാൾ മണ്ഡലി, ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പാണ്. ഇതൊരു ചെറിയ അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പാണ്. ഇവയുടെ ശൽക്കങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ സ്കെയിൽസ് കാണുന്നില്ലേ, വളരെ കൂർത്ത സ്കെയിൽസ് ആണത്. ഈ സ്കെയിൽസ് പലപ്പോഴായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സോ ഏതെങ്കിലും ആക്രമണകാരികൾ അതിന്റെ അടുത്ത് വരുമ്പോൾ ഇവ എന്ത് ചെയ്യാം, ഇവ ഈ സ്കെയിൽസിനെ പരസ്പരം ഉരയ്ക്കും, ഇങ്ങനെ കോയിൽ ചെയ്യും, ഇങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് എന്താ പറയാ ഈ സ്കെയിൽസ് തമ്മിൽ റബ്ബ് ചെയ്തിട്ട് അറക്കവാളിന്റെ പോലത്തുള്ള ഒച്ച ഉണ്ടാകുന്ന കാരണമാണ് ഇവയെ സോസ്കെയിൽ വൈപ്പർ അല്ലെങ്കിൽ അറക്കവാൾ മണ്ഡലം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹീമോടോക്സിക് ആയിട്ടുള്ള വിഷമുള്ള, രക്തത്തിനെ ബാധിക്കുന്ന വിഷമാണ് ഇവയ്ക്കുള്ളത്. നാലാമത് കാണുന്ന പാമ്പ് എല്ലാവർക്കും വളരെ വളരെ സുപരിചിതമായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീര്യമുള്ള വിഷമുള്ള പാമ്പാണ് കോമൺ ക്രൈറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ശംഖൂരൻ, വെള്ളിക്കെട്ടൻ, എട്ടടി മൂർഖൻ, കരിവേല, എട്ടടി വീരൻ, പിന്നെ വളയറപ്പൻ എന്നൊക്കെ പറയുന്ന പേരുള്ള ഒരു പാമ്പാണ് കോമൺ ക്രൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാസകലം ബ്ലാക്ക് കളർ, കറുത്ത ഇരുണ്ട നിറത്തിലുള്ള നിറവും അതിനോടൊപ്പം തന്നെ വെള്ള
വളയങ്ങളുമുള്ള ഒരു പാമ്പാണ് ഇതാണ് ഈ പറയുന്ന കോമൺ ക്രൈറ്റ് എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ വളരെ സജീവമാകുന്ന, രാത്രി കാലങ്ങളിൽ പലപ്പോഴായിട്ട് പാമ്പ് കടി ഏൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം പലപ്പോഴും ഈ പറയുന്ന കോമൺ ക്രൈറ്റ് ആയിരിക്കും. അപ്പൊ രാത്രി കാലങ്ങളിൽ വളരെ സുലഭമായിട്ട് വളരെ ആക്റ്റീവ് ആകുന്ന ഒരു പാമ്പ് കൂടിയാണ്. വളരെ ചെറിയ പല്ലുകളുള്ള ഒരു പാമ്പ് കൂടിയാണ്. അത് ലാസ്റ്റത്തെ ഒരു കുട്ടിയെ കടിച്ചൊരു കേസിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ആരും പാമ്പ് കടിച്ചത് അറിഞ്ഞിട്ടുണ്ടായില്ല. അതിന്റെ പ്രധാന കാരണം ഈ പാമ്പുകളുടെ പല്ലുകൾ വളരെ ചെറുതാണ്, ചെറിയ പല്ലുകളാണ്. അപ്പൊ അത് കാരണം പലപ്പോഴും പാമ്പ് കടിച്ചാൽ അറിയാൻ പറ്റില്ല. ഇനി ഇവയെ തിരിച്ചറിയുവാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബ്ലാക്ക് കളറാണ്, വെള്ള വളയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ വെള്ള വളയങ്ങൾ ഒരു ഏകദേശം ഈ രണ്ട് വളയങ്ങൾ ചേർന്നുള്ള പേഡ് റിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇരട്ട വളയങ്ങൾ വെച്ചിട്ടുള്ള വളയങ്ങളായിരിക്കും ഈ പാമ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ക്രേറ്റ് ആണെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ പകുതിക്ക് തൊട്ടായിരിക്കും ഈ വളയങ്ങൾ തുടങ്ങുന്നത്. പിന്നെ അതേപോലെ നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു വരി സ്കെയിൽസ്, ഒരു വരി ശൽക്കങ്ങൾ നമ്മുടെ ഷഡ്ഭുജാകൃതിയായിരിക്കും, ഹെക്സഗൺ ഷേപ്പിലായിരിക്കും. ഓക്കെ, അത് ആരും എന്താ പറയുക, സാധാരണക്കാരൊന്നും ആരും പോയി നോക്കണ്ട. നമ്മൾ പൊതുവെ ഒരു എന്താ പറയുക, ഇതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചത്തിട്ടുള്ള സ്പെസിമെനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഹെക്സഗൺ ആയിട്ടുള്ള ടെയിലുകൾ. കാണുന്നില്ല ചിത്രത്തിൽ കാണുന്ന ജീവനോടുള്ളപ്പോൾ നമുക്ക് അങ്ങനെ അടുത്ത് പോയിട്ട് നോക്കാൻ പറ്റില്ല. അത് പലപ്പോഴും കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ ഈ പാമ്പിനെ നോക്കാൻ സാധിക്കും നമുക്ക് ഇതേപോലുള്ള സ്കെയിൽസ് ഉണ്ടോ. ഓക്കെ, സോ ഇത് രണ്ട് ക്യാരക്ടറാണ് ഈ പറയുന്ന കോമൺ ക്രേറ്റിന്റെ. നേരത്തെ മൂർഖന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാപ്പിഡി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ്, ഉഗ്രവിഷമുള്ള പാമ്പാണ്, ന്യൂറോടോക്സിക് ആണ്, നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ 4 പാമ്പുകളാണ് പ്രധാനമായിട്ട് മനുഷ്യര് മരിക്കുവാനുള്ള പ്രധാന കാരണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നി ഏകദേശം 35ഓളം പേര് പാമ്പ് കടി കാരണം മരിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഏകദേശം ഒരു 10, 14, 15ഓളം പേര് മരിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരുപക്ഷെ ഒരു 5-6 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ 100ഓളം പേരൊക്കെ ഒരു പ്രതിവർഷം പാമ്പ് കടി കാരണം മരണപ്പെടാറുണ്ട്. അതിനും പ്രധാന കാരണം ഈ 4 പാമ്പിൽ 3 പാമ്പാണ്. സോസ്കയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു 3 പാമ്പുകളാണ് പ്രധാനമായിട്ട് ആൾക്കാർ മരിക്കുവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്യാറുണ്ട്, പാമ്പിനെ തല്ലിക്കൊന്നു അത് ഇന്ന പാമ്പാണെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 4 പാമ്പുകൾക്കുള്ള മറുമരുന്നായിട്ടുള്ള ആന്റി സ്നേക് വെനം മാത്രമേ എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളൂ. അപ്പൊ നിങ്ങളൊരു പാമ്പ് കടിയേറ്റ് നിങ്ങൾ വിഷം തീണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പാമ്പിനെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനുള്ള ഈ 4 പാമ്പിനും കോമൺ ആയിട്ടുള്ള ഒരു മരുന്നായിരിക്കും. നിങ്ങളെ മറ്റു പാമ്പുകൾ കടിക്കാനുള്ള ചാൻസ് വളരെ അപൂർവമായിരിക്കും. ഓക്കെ, സോ ഇതിപ്പോ 4 പാമ്പ്. ഇനി നമ്മൾ ഈ ഒരു പാമ്പിന്റെ പലപ്പോഴായിട്ട് നമ്മൾ കോമൺ ക്രൈറ്റ് അല്ലെങ്കിൽ ശംഖുവരയനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും തല്ലിക്കൊല്ലുന്ന പാമ്പ് വേറെ പാമ്പായിരിക്കും. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ബാത്റൂമിന്റെ ടൈലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഭിത്തിയുടെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ചുവരിന്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരങ്ങളുണ്ടല്ലോ, കഴുക്കോൽ ഉത്തരം പോലുള്ള അതിന്റെ റൂഫിലൊക്കെ ഏതെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെള്ളിക്കെട്ടനെ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റിനെ പോലെ വളരെ സാദൃശ്യമുള്ള പാമ്പായിരിക്കും. അതിനെ എല്ലാവരും ശംഖുരൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും തല്ലിക്കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന പാമ്പ് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിന്റെ ഇടതുവശം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കോമൺ വൂൾ സ്നേക്ക്, വെള്ളി വരയൻ എന്ന് പറഞ്ഞ പാമ്പായിരിക്കും. നമ്മളെ ചുവർ പാമ്പ് അല്ലെങ്കിൽ ചെന്നായ തലയും പാമ്പ് എന്ന് പറയുന്ന വിഷമില്ലാത്തൊരു പാമ്പ് കണ്ടാൽ ഏകദേശം ഈ പറയുന്ന ശംഖുവരൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെ പോലെ വളരെ സാമ്യം തോന്നുന്ന ഒരു പാമ്പാണ്. പക്ഷെ വിഷമില്ലാത്തതാണ്. പലപ്പോഴും എല്ലാവരും തല്ലിക്കൊല്ലുന്ന ഒരു പാമ്പ് ചെറിയ പാമ്പുമായിരിക്കും, ഈ പറയുന്ന വൂൾ സ്നേക്ക് ആയിരിക്കും. പിന്നെ അതിന്റെ തന്നെ ഒരു വകഭേദമുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൗണിൽ ഒരു യെല്ലോയിഷ് കളർ റിങ്ങുള്ള ഒരു ട്രാവൻകൂർ വൂൾ സ്നേക്ക്. ഓക്കെ, പലപ്പോഴും ആൾക്കാർ ഈ പാമ്പുകളെ അറിയാൻ തിരിച്ചറിയാത്തത് കാരണം പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണ് പലപ്പോഴും മറ്റു പാമ്പുകൾ തല്ലിക്കൊല്ലാറുണ്ട്. ഇതേ സംഭവം തന്നെ ഈ അണലിയുടെ കാര്യത്തിലുണ്ട്. അപ്പൊ അണലിയുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു പാമ്പാണ് നമ്മുടെ സാൻഡിൽ ബോവ അല്ലെങ്കിൽ മണ്ണൂലി എന്ന് പറയുന്ന ഇടതുവശത്ത് കാണുന്ന. അത് 2 ഇനങ്ങളുണ്ട്. നമ്മുടെ ഇരുതലയൻ പാമ്പിന്റെ വളരെ സാദൃശ്യമുള്ള പാമ്പാണ്. അതിന്റെ തലയും ഏകദേശം ട്രയാങ്കുലർ ഷേപ്പാണ്, ത്രികോണാകൃതിയിലാണ്. അപ്പൊ പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുക, ഈ അണലി എന്ന് പറഞ്ഞിട്ട് ആ പാമ്പിനെ തല്ലിക്കൊല്ലാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ഈ പറഞ്ഞ പെരുമ്പാമ്പിനെ അതേപോലെ പെരുമ്പാമ്പിന്റെ കുട്ടിയൊക്കെ ഇത് അണലി എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ തല്ലിക്കൊല്ലാറുണ്ട്. അതേപോലെ തന്നെ പെരുമ്പാമ്പിന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അണലീനെ പിടിക്കാറൊക്കെ ഉണ്ട്.
അപ്പൊ അങ്ങനെയെല്ലാം എന്താ പറയാ എല്ലാവരും ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് മാറിപ്പോകുന്ന പാമ്പുകളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പക്ഷെ നേരത്തെ ബിഗ് ഫോർ സ്നേക്സ് എന്ന് പറഞ്ഞപ്പോ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര പാമ്പുകൾ മാത്രമല്ലല്ലോ വിഷമുള്ള. ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 130 ഇനം പാമ്പുകൾ ഏകദേശം 30 അടുപ്പിച്ച് പാമ്പുകൾക്കും വിഷമുള്ള പാമ്പുകളാണ്. ഓക്കെ, അതിൽ 100 പാമ്പുകളോളം വിഷമില്ലാത്തതാണ്. അപ്പൊ അതിൽ നമ്മൾ എല്ലാവർക്കും ഏറ്റവും പേടിയുള്ള എല്ലാവരും വിഷമുണ്ടെന്ന് കരുതുന്ന ഒരു പാമ്പാണ് കിങ് കോബ്ര, രാജവമ്പാല. നല്ല വിഷമുള്ള പാമ്പ് തന്നെയാണ്, ഇലാപ്പയുടെ വിഭാഗത്തിൽപ്പെടുന്നു. നല്ല ഉഗ്രവിഷമുള്ള പാമ്പ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതിനെ ബിഗ് ഫോർ സ്നേക്ക് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇതിനൊരു പ്രധാന കാരണം രാജവമ്പാല കാടുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും കാടിനോട് ചേർന്നുള്ള നമ്മുടെ കേരളത്തിൽ അറിയില്ല, എല്ലാവരും കാട്ടിലെ എല്ലായിടത്തും ആൾക്കാരുണ്ട്. കാടിനോട് വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ പറഞ്ഞ പാമ്പ് വരാറുണ്ട്. ബട്ട് ഇവ വളരെ അപൂർവമായിട്ട് മാത്രമേ ആൾക്കാർ കഴിച്ചിട്ടുള്ളൂ. വളരെ വളരെ അപൂർവമായിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ട്രിവാൻഡ്രം സൂവിലാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഫോഴ്സ് ചെയ്തിട്ട് അതിനെ കൊണ്ട് ബൈറ്റ് ചെയ്യിപ്പിച്ചാണെന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എന്റെ ഒരു വിശ്വാസം. കാര്യം പാമ്പ് പൊതുവെ ആരെയും കഴിക്കാറില്ല. കിംകോബ്ര കടിച്ച റിപ്പോർട്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ വളരെ അപൂർവമാണ്. നല്ല ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പാണ്. ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പ് കൂടിയാണ് കിംകോബ്ര. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരു പാമ്പ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോബ്രേൻ്റെത് പോലുള്ള ഏകദേശം ഒരു പത്തി, പൂർണ്ണമായിട്ടുള്ള പത്തിയല്ല, ഒരു ഏകദേശം അതിലൊരു പത്തിയുള്ള ജീവി കൂടിയാണ്. കൂടുകൂട്ടി മുട്ടയിടുന്ന കുറച്ചുകൂടെ മറ്റൊരു പാമ്പാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, കോറൽ സ്നേക്ക് അല്ലെങ്കിൽ പവിഴപ്പാമ്പ് എന്ന് പറയുന്ന എഴുത്താണി വളയ എന്നറിയപ്പെടുന്ന വിഷമുള്ള ഒരു പാമ്പാണ് ബിബ്രോൺസ് കോറൽ സ്നേക്ക്. നമ്മുടെ മൂന്നാർ പോലുള്ള ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രക്തമണ്ഡലി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന ഒരു പാമ്പാണ്. ഇത് ആരെയും കടിച്ച റിപ്പോർട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. കടിക്കുന്ന പാമ്പല്ല, വളരെ സാധുവായിട്ടുള്ള ഒരു വിഷമുള്ള പാമ്പാണ് ബിബ്രോൺസ് കോറൽ സ്നേക്ക്, എഴുത്താണി വളയൻ. അപ്പൊ ഇതേപോലെ തന്നെ ഇതിന് തന്നെ ഒരു കോറൽ സ്നേക്കും കൂടി ഉണ്ട്. 2-3 കോറൽ സ്നേക്സ് വേറെ ഉണ്ട്, സ്ട്രൈപ്ഡ് കോറൽ എന്നൊക്കെ പറയുന്ന. അതും ഈ പറഞ്ഞ പോലെ വിഷമുണ്ട്, ബട്ട് ആരും കടിച്ച് റിപ്പോർട്ട് ഇതുവരെയായിട്ടില്ല. ഈ കാണുന്നത് ഒരു കടൽപ്പാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിഷമുള്ള പാമ്പുകളിൽ 6 ഇനം കടൽപ്പാമ്പുകളുണ്ട് നമ്മുടെ 130 ഇനങ്ങൾ പാമ്പുകളിൽ. അപ്പൊ നമ്മുടെ കടലുകളിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ 5-6 ഇനം സീ സ്നേക്കുകൾ, കടൽപ്പാമ്പുകളുണ്ട്. ഇതൊക്കെ എല്ലാത്തിനും വിഷമുണ്ട്. ആൾക്കാരെ ഇതുവരെ കടിച്ച് റിപ്പോർട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതിനെ കടൽപ്പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സവിശേഷത കണ്ടാൽ മനസ്സിലാക്കാം. ഇവിടെ വാല് മറ്റു പാമ്പുകൾ പോലെ എന്താ പറയാ ചെറിയ വാലുകളല്ല, കുറച്ചുകൂടെ പരന്ന വാലുകളാണ്. എന്താ പറയുക, നമ്മുടെ പങ്കായം പോലെ കടലുകളിൽ നീന്തുവാൻ വേണ്ടി ഉതകുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വാലുകളാണ് ഈ പാമ്പുകൾക്കുള്ള. ഹൈലി വെനമസ് ആണ്. ദെൻ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, കുഴിമണ്ഡലി എന്നറിയപ്പെടുന്ന, അതായത് നമ്മുടെ അണലിയുടെ വിഭാഗത്തിൽ പെടുന്ന പിറ്റ് വൈപ്പർ, കുഴിമണ്ഡലി, ഒരു കാടുകളിൽ കാണുന്ന ഒരു ചോലമണ്ഡലി എന്ന് നമ്മൾ പറയുന്ന മലബാർ പിറ്റ് വൈപ്പർ. വളരെ കളർഫുൾ ആയിട്ടുള്ള 9 തരത്തിലുള്ള നിറഭേദങ്ങളുള്ള ഒരു പാമ്പ് കൂടിയാണ് ഈ പറയുന്ന മലബാർ പിറ്റ് വൈപ്പർ. ഓക്കെ, രാത്രികാലങ്ങളിലാണ് വളരെ ആക്റ്റീവ് ആവുന്നത്. കാടുകളിൽ മാത്രമാണ് കാടുകൾ അല്ലെങ്കിൽ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്ക് ഒരുപക്ഷെ ഈ പാമ്പിനെ ഈ നീർച്ചാലിനോട് ചേർന്നിട്ടുള്ള ചെറിയ സ്ട്രീമൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രീമിനോടൊക്കെ ചേർന്നിട്ടുള്ള മരങ്ങളുടെ തലപ്പുകളിലൊക്കെ ഈ പാമ്പിനെ കാണാൻ സാധിക്കും. ഓക്കെ, വിഷമുള്ള പാമ്പ് തന്നെയാണ്. വൈപ്പർ ആയത് കാരണം ഇവ എന്താണ്, കീമോടോക്സിക് ആണ്. ഈ നമ്മുടെ കേരളത്തിലെ ഇലപൊഴിയും കാടുകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇടതൂർന്ന കാടുകളിലും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റിലൊക്കെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്. ഇതൊരു പിറ്റ് വൈപ്പർ, ഒരു കുഴിമണ്ഡലി തന്നെയാണ്. ഇതിനെ മുഴുമുക്കൻ കുഴിമണ്ഡലി, വളരെ ചെറിയൊരു പാമ്പാണ്. പലപ്പോഴും പലരും ഇതിനെ ചുരുട്ടാന്നൊക്കെ പറയുന്ന ഒരു പാമ്പാണ് ഇത് നമ്മുടെ കരിയുടെ മേലിലൊക്കെ കാണുന്ന അതിനോട് വളരെ അതിന്റെ നിറത്തിനോട് അല്ലെങ്കിൽ കരിയിലയുടെ നിറത്തിനോട് വളരെ സാദൃശ്യമുള്ള ഒരു പാമ്പാണ്. പലപ്പോഴും ആർക്ക് കാണാൻ സാധിക്കാറില്ല തറയിൽ കിടന്നാൽ തന്നെ. അപ്പോ ഈ ഒരു പാമ്പ് മുൻകാലങ്ങളിൽ അധികം വിഷമില്ലാത്ത ഒരു മൈൽഡ്ലി വെനമസ് ആയിട്ടുള്ള പാമ്പായിട്ട് കണക്കാക്കുകയും പിന്നെ 1-2 പേര് ഇതിന്റെ കടിയേറ്റ് മരിച്ച റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിനൊരു വെനമസ് അല്ലെങ്കിൽ വിഷമുള്ളതായിട്ട് ഒരു പാമ്പായിട്ട് ഈ അടുത്ത് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വിഷമുള്ള വൈപ്പർ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് തന്നെയാണ്. പലപ്പോഴും കാടുകളിൽ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വഴിയിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ഈ പറഞ്ഞ കാടിനോട് ചേർന്ന ഇടങ്ങളുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പാമ്പ് ഇങ്ങനെ റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന കാണാൻ മതി. ഇതിന് മുഴുമുക്കൻ ഹംബ്രോസ്റ്റ് എന്ന് പറയാൻ കാര്യം ഇവയുടെ മൂക്ക് കുറച്ച് വളഞ്ഞതാണ് മുകളിലോട്ട്. ഓക്കെ,
ദെൻ ഈ പറഞ്ഞ പിറ്റ് വൈപ്പർ തന്നെ ഉൾപ്പെടുന്ന ഒരു 2 പിറ്റ് വൈപ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 കുഴിമണ്ടിൽ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കാണുന്ന, കുറച്ചും കൂടെ ഉയർന്ന കാടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, കുറച്ച് ഉയരമുള്ള മൂന്നാർ, വയനാട്, നീലഗിരീസ് ഒക്കെ പോലുള്ള ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മലമുകളിലൊക്കെ കാണപ്പെടുന്ന 2 പാമ്പുകളാണ്. ഒന്ന് ഇതിൽ ഇടതുവശത്ത് കാണുന്ന വലിയ സ്കെയിലുള്ള ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പറും, രണ്ടാമത് കാണുന്നത് ബാംബു പിറ്റ് വൈപ്പറുമാണ്. ഓക്കെ, ഈ രണ്ടും നമ്മുടെ ഇടതൂർന്ന കാടുകളിൽ കുറച്ചുകൂടെ ഉയരമുള്ള കാടുകളിൽ കാണുന്ന പിറ്റ് വൈപ്പേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോറൽ സ്നേക്സിലെ ഒരു പാമ്പാണ്, പവിഴപ്പാമ്പാണ്. ഇതിനെ സ്ലെൻഡർ കോറൽ സ്നേക്ക് അല്ലെങ്കിൽ എഴുത്താണി മൂർഖൻ എന്നറിയപ്പെടുന്ന വിഷമുള്ള ഒരു കോറൽ സ്നേക്ക് ആണ്. ഇത് പൊതുവെ ഇതിന്റെ ഒരു എന്താ പറയുക, വളരെ ഇലോങ്ങേറ്റഡ് ഉള്ളത് നീണ്ടൊരു പാമ്പാണ്. ഇതിന്റെ വാല് ചുരുണ്ടിട്ട് വളരെ കളർഫുൾ ബ്ലാക്കും റെഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പാമ്പ് തന്നെയാണ്. ഇത് നല്ല വിഷമുണ്ട്, ബട്ട് ആരെ കടിച്ചായിട്ട് റിപ്പോർട്ടില്ല. ഓക്കെ, സോ നമ്മുടെ വിഷമുള്ള പാമ്പുകളിൽ ഒരു ഏകദേശം എണ്ണത്തിന് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു. ഇനി നമുക്ക് പരിചയപ്പെടാതെ നമ്മളെ ചുറ്റുപാടും കാണുന്ന വിഷമില്ലാത്ത കുറച്ച് പാമ്പുകൾ. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാറ്റ് സ്നേക്ക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചേരയ്ക്ക് വിഷമില്ല, എല്ലാവർക്കും അറിയാം. ദെൻ മറ്റൊരു പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് പൈത്തൺ അല്ലെങ്കിൽ പെരുമ്പാമ്പ്. ഇനി പെരുമ്പാമ്പ് ഈ പറഞ്ഞ പോലെ വിഷമില്ലാത്ത പാമ്പാണ്, ഒരു വലിയ പാമ്പുകളിൽ ഉൾപ്പെടുന്ന ഒരു പാമ്പാണ്. അപ്പൊ നമുക്കറിയാം പെരുമ്പാമ്പ് ഒരു ഇരയെ പിടിക്കുന്ന രീതി എങ്ങനെ നമുക്കറിയാം. ഇത് വിഷമില്ലാത്തത് കാരണം ഞാൻ ഇത്ര നേരം വിഷം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഒരു പാമ്പിന് എന്തിനാണ് വിഷം എന്നത് ഒരു ചോദ്യമാണ്. അപ്പൊ പാമ്പിന് വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കൊല്ലാനുള്ളതല്ല. അപ്പൊ പാമ്പിന് വിഷമുള്ള പാമ്പുകൾ അതെന്താ പറയാ, ഇരയെ കീഴ്പ്പെടുത്തുവാനുള്ള അതിന്റെ ഒരു മെക്കാനിസമാണ്, അതിന്റെ ഒരു ഉപാധിയാണ് എന്താണ് ഈ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വിഷമുള്ള പാമ്പുകൾ എന്ത് ചെയ്യുന്നത് അതിന്റെ ഏതാണോ അതിന്റെ ഇര അതിനെ കടിച്ച് വിഷം ഇഞ്ചക്ട് ചെയ്തിട്ട് അതിനെ കൊല്ലുകയും പിന്നെ അതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രം അത് ഡിഫെൻസീവ് മെക്കാനിസം, നമ്മളെ പോലുള്ള ശത്രുക്കൾ വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പിന്നെ എന്താ പറയാ ഈ വിഷം ഉപയോഗിക്കാറുള്ളത് മാത്രം. അത് നമ്മൾ മാത്രമല്ല, ഏത് ജീവി പോകണമെങ്കിലും അത് ഇതേ മെക്കാനിസം ചെയ്യും. അപ്പൊ ഈ വിഷം ഇല്ലാത്ത ജീവിയാണെങ്കിലോ, ഉദാഹരണം പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എങ്ങനെയാണ്? അപ്പൊ വിഷമില്ലാത്തത് കാരണം അത് ഇരയെ കീഴ്പ്പെടുന്നത് എങ്ങനെയാണ്? ഒളിച്ചു നിന്നിട്ട് അതിനെ പിടിച്ച ശേഷം അതിന്റെ ശരീരം ഉപയോഗിച്ചിട്ട് ആ ജീവിയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷമാണ് അത് ഭക്ഷിക്കുന്നത്. ഓക്കെ, ഇവിടെ വിഷമുള്ള ജീവി അതിന്റെ ഉള്ള ഒരു കപ്പാസിറ്റി കാരണം വിഷം ഉപയോഗിച്ചിട്ട് ഒരു ജീവി കൊല്ലുന്നു. വിഷമില്ലാത്തത് എന്താ പറയാ മറ്റു ടെക്നിക്കിൽ എന്താ പറയാ വരിഞ്ഞു മുറുക്കിയും അതിന്റെ ശരീരം ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഇരയെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ വിഷം എന്ന് പറയുന്നത് ഒരു ഇരയെ കീഴ്പ്പെടുത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. ദെൻ രണ്ടാമത് ഇത് ചെക്കേഡ് കീൽ ബാക്ക് എന്ന് പറയുന്ന നമ്മുടെ നീർക്കോലി. അപ്പോൾ ഇതിന് കീൽ ബാക്ക് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ശൽക്കങ്ങൾ, നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ഇവയുടെ പുറമെ കാണുന്ന ശൽക്കങ്ങൾ നടുക്ക് കൂടി ഒരു റിഡ്ജ് ഉണ്ട്, ഒരു ചെറിയൊരു എന്താ പറയാ ഒരു പരുപരുത്ത ഒരു വര പോകുന്നുണ്ട്. അപ്പൊ ഒരു എക്സ്ട്രാ ഒരു വരയുണ്ടാകും, കുറച്ചും കൂടെ കീലുള്ളത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ പരുപരുത്ത തരത്തിലുള്ള ശൽക്കങ്ങളുള്ള പാമ്പാണ് ഈ പറയുന്ന നീർക്കോലി അല്ലെങ്കിൽ കീൽ ബാക്കുകൾ. ഓക്കെ, ഇത് വിഷമില്ലാത്ത പാമ്പാണ്, വെള്ളത്തിലാണ് ഒരു ഭൂരിപക്ഷം കാണുന്നത്. ദെൻ ബ്രോൺസ് ബാക്ക്, നിങ്ങൾ വില്ലൂനി എന്നൊക്കെ പറയുന്ന തെക്കോട്ടൊക്കെ കൊമ്പേറി എന്ന് പറയുന്ന ഒരു പാമ്പാണ്, വിഷമില്ലാത്ത സാധുവായിട്ടുള്ള പാമ്പാണ്. പലപ്പോഴായിട്ട് മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ തെന്നി നീങ്ങുന്ന ഒരു പാമ്പ് കൂടിയാണ്. അതായത് ഒരു 3-4 ഇനങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ കോമൺ ബ്രോൺസ് ബാക്ക് സ്നേക്ക് ഉണ്ട്, അശോക്സ് ബ്രോൺസ് ബാക്ക് ഉണ്ട്, പിന്നെ ഗിരീസ് ബ്രോൺസ് ബാക്ക് ഉണ്ട്. അങ്ങനെ ഒരു 3-4 ഇനമുള്ള പിന്നെ ലാർജ് ആയിട്ട് ബ്രോൺസ് ബാക്ക് എന്ന് പറയുന്ന ഈ വില്ലൂന്നി ഒരു 3-4 സ്പീഷീസ് നമ്മുടെ കേരളത്തിലുണ്ട്. വിഷമില്ലാത്ത ഒരു പാമ്പാണ്. ഓക്കെ, ദെൻ മറ്റൊരു പാമ്പ്, ഈ പാമ്പ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ നമ്മുടെ ക്രേറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ ശംഖൂരിനോട് വളരെ സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പാമ്പാണ് നൂൽ സ്നേക്ക്. അപ്പൊ ഇതാണ് ആ പാമ്പിന്റെ ചിത്രം. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോഴും ഇതിനെന്താന്ന് വിചാരിക്കുക, ഇത് ആ ക്രേറ്റ് ആണ്, ഈ പറയുന്ന വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖൂരനാണെന്ന് പെട്ടെന്ന് തോന്നാം. എന്നാൽ ഇത് കുറച്ചുകൂടെ ചെറിയൊരു പാമ്പാണ്. അതോടൊപ്പം തന്നെ ഇവയുടെ തല ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ ട്രയാങ്കുലർ ആയിട്ടുള്ള ത്രികോണാകൃതിയിലുള്ള ഉന്തിയ കണ്ണുകളുള്ള ഒരു പാമ്പാണ്. അതുകൊണ്ടാണ് ഇവയുടെ ചെന്നായിയുടെ തലയോട് സാദൃശ്യമുള്ള തലയുള്ള പാമ്പായത് കാരണം, പിന്നെ അതേപോലെ ചെന്നായി കടിക്കും പോലെ ഇങ്ങനെ കടിക്കുന്ന ഒരു പാമ്പ് കൂടെ ആയത് കാരണമാണ് ഇതിനെ വൂൾഫ് സ്നേക്ക് എന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇതിന് ചെന്നായി തലയൻ പാമ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതൊരു വിഷമില്ലാത്തൊരു പാമ്പാണ്. ഇത് ഈ പറയുന്ന വൂൾഫ് സ്നേക്ക് കറുത്ത ശരീരത്തില് എന്താ പറയാ കുറച്ച് വീതിയുള്ള വളയങ്ങളുള്ള ഒറ്റയായിട്ടുള്ള വളയങ്ങളുള്ള ഒരു പാമ്പ് കൂടിയാണ്. ഇവിടെ തല കഴിഞ്ഞ പാട് തല മുതൽ തന്നെയാണ് എറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പാമ്പിന് നമുക്ക് എന്താ പറയാ വേർതിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സ്. പിന്നെ ഈ പാമ്പ് എന്തിനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കാണുന്ന പല്ലികളാണ് ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം. വീട്ടിൽ കാണുന്ന പല്ലികളെ കഴിക്കുന്ന ഒരു
ഒരു പാമ്പാണ് ഈ പറയുന്നത് വൂൾ സ്നേക്ക് കേട്ടോ. അപ്പൊ പണ്ട് പണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈലുകളുടെ പുറകില്, വീടിന്റെ മച്ചില്, അല്ലെങ്കിൽ നമ്മുടെ പഴയ മൺകട്ടകളുടെ ഉള്ളിലൊക്കെ ഈ പാമ്പ് കാണാറുണ്ട്. വിഷമില്ലാത്തൊരു പാമ്പാണ്. നമ്മൾ പലപ്പോഴും തല്ലിക്കൊല്ലുന്ന ഒരു പാമ്പ് ഇതായിരിക്കും. ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശങ്കുരൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പാമ്പിൽ കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പാണോ എന്ന് നോക്കാം. അപ്പൊ അതിന്റെ മറ്റൊരു ഇനമാണ് റസൽസ് വൂൾ സ്നേക്ക്. ഇതിനെ ഒരു പക്ഷെ പലപ്പോഴും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. വിഷമില്ലാത്ത ഒരു പാമ്പ് തന്നെയാണ് ഈ ഒരു പാമ്പ്. കോമൺ കുക്കി സ്നേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ചുരുട്ട എന്ന് പറയുന്ന ഒരു പാമ്പ്. ഓക്കെ, ചുരുട്ട എന്ന് പറയുന്ന ഒരു പാമ്പാണ് എന്താ പറയുക കുക്രി സ്നേക്ക്. കുക്രി സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേപ്പാളിൽ കാണുന്ന ഒരു കുക്രി കത്തിയുണ്ട്. അപ്പൊ ആ കത്തിന്റെ പോലെയുള്ള പല്ലുള്ള പാമ്പെന്ന് വെച്ചിട്ടാണ് ഇതിന് കുക്രി സ്നേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സാധുവായിട്ടുള്ള പാമ്പാണ്, വിഷമില്ലാത്തൊരു പാമ്പാണ്. ചുരുട്ട എന്നാ പറയുന്നത് കേട്ടോ പേര്. ദെൻ ഈ പറയുന്ന പാമ്പ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അണലിയുടെ അടുത്ത് പലപ്പോഴും സാദൃശ്യമുണ്ടെന്ന് പറയുന്ന കോമൺ സാൻബുവ, മണ്ണൂലി എന്ന് പറയുന്ന ഒരു പാമ്പാണ്. അപ്പൊ ഈ ഒരു പാമ്പ് പൊതുവായിട്ട് നമ്മുടെ മണ്ണിനടിയിലാണ് കാണുന്നത്. പരുപരുത്ത ശൽക്കങ്ങളുള്ള ഒരു പാമ്പാണ്. പിന്നെ ഈ ഒരു പാമ്പിന്റെ വിഭാഗത്തിൽ പെടുന്ന പാമ്പാണ്. ഇവയെ എല്ലാരെയും ഇരുതല മൂരി എന്ന് പറയുന്ന ഒരു പാമ്പാണ്. ഇരുതല മൂരി എന്ന് പറയുന്നത് കാരണം ഇവയുടെ വാല് എന്താ പറയാ നീണ്ട വാലല്ല, കുറച്ചുകൂടെ എന്താ പറയാ തലയോട് സാദൃശ്യമുള്ള വാലാണ്. നമുക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ഇരുതല മൂരി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കടത്തിക്കൊണ്ട് പോകുന്ന പാമ്പ് റെഡ് സാൻബോവയാണ്, ചുവന്ന സാൻബോവയാണ്. നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പാമ്പാണ് റെഡ് സാൻബോവ. ഓക്കെ, അപ്പൊ അതിനെയാണ് പലപ്പോഴായിട്ട് എന്താ പറയാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിൽക്കുന്നത്. വിറ്റിക്ക സാൻബോവ മറ്റൊരു പാമ്പാണ്. ദെൻ ഷീൽഡ് ടെയിൽ സ്നേക്ക്. ഷീൽഡ് ടെയിൽ സ്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയാ കാടുകളിലൊക്കെ കാണുന്ന, മണ്ണിനടിയിൽ കാണുന്ന ഒരു എന്താ പറയാ ഒരു വിഷമില്ലാത്തൊരു പാമ്പാണ്. അതിന്റെ വാലിന്റെ അഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെത്തിയത് പോലെയുള്ള ഒരു പാമ്പാണ്. അപ്പൊ ഇത് ഈ അഗ്രം ഉപയോഗിച്ചിട്ടാണ് മണ്ണ് കിളച്ച് ഉള്ളിലോട്ട് പോകുന്നത്. വിഷമില്ലാത്ത പാമ്പാണ്. അതായത് കാട്ടുപാമ്പ്, വിഷമില്ല. ഈ ഒരു പാമ്പിന്റെ ആയിരിക്കും കൊക്കുരുട്ടി പാമ്പ് എന്ന് പറയുന്ന ബീഗ്ഡ് ബോൺ സ്നേക്ക്, നമ്മുടെ കുരുടൻ പാമ്പിന്റെ വിഭാഗത്തിൽപ്പെടുന്നത് കുരുടൻ പാമ്പ് എന്ന് പറയുന്നത്. ഇതിന് കണ്ണ് വളരെ കാഴ്ച വളരെ കുറവാണ്, കാരണം മണ്ണിനടിയിൽ കാണുന്നത് കാരണം. ഓക്കെ, ഇത് പലപ്പോഴും എല്ലാവരും പറയും ഇത് ഒരു മണ്ണിരായിട്ടൊക്കെ തോന്നിയാണ്, പക്ഷെ ഇവർക്ക് സ്കെയിലുകളുണ്ട്. ഈ ചിത്രം നോക്കി മനസ്സിലാക്കും. ഇത് ബ്ലാക്ക് ഹെഡഡ് സ്നേക്ക് ആണ്. ഇത് നേരത്തെ പറഞ്ഞ നീർക്കോലിയുടെ വിഭാഗത്തിൽപ്പെടുന്ന നീർക്കോലി. ഇത് തേളിയാൻ, ഒരു ചിലർക്ക് അറിയായിരിക്കും. തേളിയാൻ അല്ലെങ്കിൽ ദൈവം പാമ്പ്, തെയ്യം പാമ്പ് എന്നൊക്കെ പറയുന്ന ഒരു പാമ്പാണ്. വിഷമില്ലാത്തൊരു പാമ്പാണ്. ഇതിനെ പലപ്പോഴും വിഷമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ തല്ലിക്കൊല്ലാറുണ്ട്, പക്ഷേ വിഷമില്ലാത്ത ഒരു സാധുവായിട്ടുള്ള പാമ്പാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള പച്ചിലപ്പാമ്പ്, കൺകൊത്തി പാമ്പ് എന്നൊക്കെ പറയുന്ന പച്ചിലപ്പാമ്പ്. ഈ പച്ചിലപ്പാമ്പ് ഉൾപ്പെടുന്ന പാമ്പിനൊക്കെ ചെറിയ തോതിൽ വിഷമുണ്ട്, മൈൽഡ്ലി വെനമസ് ആണ് കേട്ടോ. അതിന്റെ ഇരയെ കൊല്ലുവാനുള്ള വിഷമുള്ള പാമ്പാണ്. അത് ഒരുപാട് തരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പച്ചിലപ്പാമ്പ് 7-8 ഇനങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഉയരമുള്ള കാടുകളിലൊക്കെ കാണുന്ന ഈ ആദ്യം കാണുന്ന ഇത് ഗുന്തർ സ്നേക്സ് ഉണ്ട്. പിന്നെ ബ്രോൺസ് വൈൻ സ്നേക്ക്, ഏറ്റവും താഴെ കാണുന്നത് സഹ്യാദ്രി വൈൻ സ്നേക്ക് എന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള വൈൻ സ്നേക്കുകൾ ഉണ്ട്. ഇവയ്ക്ക് മൈൽഡ്ലി വെനമസ് ആണ്, എന്താ പറയുക മിതമായ അളവിൽ വിഷമുണ്ട്. ഇത് പൂച്ചക്കണ്ണൻ പാമ്പ് എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ ഈ പറഞ്ഞ വൈപ്പറിനൊക്കെ സാദൃശ്യമുള്ള ഒരു പാമ്പാണ്. പക്ഷെ അതിന് എന്താ പറയാ മിതമായിട്ട് അളവിലുള്ള വിഷം മാത്രമേ ഉള്ളൂ. കാറ്റ് സ്നേക്ക് എന്ന് വിളിക്കുന്ന കാര്യം പൂച്ചയുടെ പോലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള പിപ്പിളുള്ള കണ്ണുള്ള അല്ലെങ്കിൽ കൃഷ്ണമണിയുള്ള പാമ്പാണ്. ഓക്കെ, ഇത് മനുഷ്യന് ഹാനികരമല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാം നാഗത്താൻ പാമ്പ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്ലൈങ് സ്നേക്ക്, പറക്കുന്ന പാമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്തിട്ട് ഒരു മരത്തിൽ നിന്ന് തെന്നി മറ്റേ മരത്തിലേക്ക് പൊതുവായിട്ട് പോകുന്ന ഒരു പാമ്പാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു പാമ്പ് കൂടിയാണ്. മിതമായ അളവിലാണ് ഇവയ്ക്ക് വിഷമുള്ളത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പുകളുടെ കാര്യം പറഞ്ഞു. പാമ്പുകൾ അല്ലെങ്കിൽ പാമ്പ് കടി നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പണ്ട് മുതൽക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിൽ അല്ലെ ഇന്ത്യയിലുടനീളം ഒരുപാട് നാട്ടിൻപുറങ്ങളിലും എല്ലാം ഈ പറഞ്ഞ പാമ്പ് കടി ഏറ്റ് ഒരുപാട് പേര് മരിക്കാറുണ്ട്. ഇതൊരു ഒക്യുപ്പേഷണൽ ഹസാർഡ് കൂടിയാണ്. അപ്പോ ഇനി പാമ്പുകൾ എന്തുകൊണ്ട് കടിക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാട് വരുന്നു എന്നതൊക്കെ ഏറ്റവും ഒരു കാര്യം. ഇപ്പൊ ഈ പാമ്പുകളുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എലികളാണ്. എന്നോട് നേരത്തെ പറഞ്ഞു, നമ്മുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന മൂർഖൻ അല്ലെങ്കിൽ ശംഖുവരയൻ, പിന്നെ അതേപോലെ തന്നെ അണലി തുടങ്ങിയ ഈ 3 പാമ്പുകൾ കാടുകളിലല്ല കാണുന്നത്, നാടുകളിലാണ്. അത് എന്തുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ്? എലികളാണ് ഇവയുടെ എല്ലാം പ്രധാനപ്പെട്ട ഭക്ഷണം. അപ്പൊ ഈ എലികൾ എവിടെയാണ് കാണപ്പെടുന്നത്? എലികൾ കാട്ടിലാണോ? കാട്ടിൽ കാണുന്ന എലികളുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ എലികൾ കാണപ്പെടുന്നത് നാട്ടുമ്പുറങ്ങളിലാണ്, അതായത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിൽ അല്ലെങ്കിൽ ടൗണുകളിൽ, കടകളിലോ പലചരക്കടയായിട്ട് ബന്ധപ്പെട്ടോ ഹോട്ടലുകളായിട്ട് ബന്ധപ്പെട്ടോ ഓവുചാലുകളിലോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ എലികൾ പെറ്റുപെരുകുന്നത്.
നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം എല്ലാവർക്കും എലിപ്പനി നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം ബാധിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പറയുന്ന എലികളെ അന്വേഷിച്ചിട്ടാണ് ആര് വരുന്നത്? ഈ പാമ്പുകൾ നമ്മുടെ ചുറ്റുപാട് വരുന്നത്. മനുഷ്യൻ ഉദാഹരണം പറഞ്ഞു ഞാൻ ഉൾപ്പെടുന്ന ഭാരത സംഘടന ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്യുന്നത് 60% വരുന്ന റെസ്ക്യൂ ചെയ്യുന്നത് കണ്ണൂർ ടൗണിൽ നിന്നാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന കണ്ണൂർ ടൗണിലാണ് ഏറ്റവും കൂടുതൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണ്? എലികളാണ്. എലികൾ എവിടെയുണ്ടോ അവിടെ എന്ത് വരും? പാമ്പ് വരും. അപ്പൊ നിങ്ങൾക്ക് പാമ്പിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എലികളെ ഒഴിവാക്കണം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം, മണ്ണെണ്ണ ഒഴിക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പാമ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എലികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ചുറ്റുപാടും പരിസരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യാതെ, അല്ലെങ്കിൽ എലികൾ വരാൻ സാധ്യതയുള്ള കുറ്റിക്കാടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് മറ്റു ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് കൊണ്ട് നടക്കുക. പിന്നെ പുല്ല് പോലുള്ള ഇടങ്ങളിലൊക്കെ എന്താ പറയാ, നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാണ്ട് കൈയിടുന്നതൊക്കെ ഒഴിവാക്കുക. പിന്നെ തടികൾ അല്ലെങ്കിൽ വിറകുകളൊക്കെ അടുക്കിയിട്ടുള്ള വിറകുണ്ടെങ്കിൽ വിറകൊക്കെ എടുക്കും മുന്നേ നമ്മൾ എന്താ ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പാമ്പുകളുടെ കടി കിട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാമ്പുകൾ പലപ്പോഴായിട്ട് നമ്മുടെ വീടുകൾ, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ പാമ്പുകൾ വീട്ടിൽ കയറാറുണ്ട്. ഇനി എന്തുകൊണ്ടായിരിക്കും പാമ്പുകൾ വീട്ടിൽ കയറുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു അത് റെപ്റ്റൈൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉരകങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അറിയാം, നമ്മളൊരു ചൂടിലെടുത്ത് പോകുമ്പോൾ നമ്മൾ വിയർക്കും, തണുപ്പുള്ളെടുത്ത് പോകുമ്പോൾ നമ്മൾ വിറയ്ക്കും. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ബോഡിക്ക് പുറത്തുള്ള കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഇപ്പൊ നമ്മൾ ചൂടിലെടുത്ത് വിയർക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ശരീരം കുറച്ചും കൂടെ കൂളാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ തണുപ്പുള്ളെടുത്ത് വരയ്ക്കുമ്പോഴോ ശരീരം കുറച്ചും കൂടെ വൈബ്രേറ്റ് ചെയ്യും, കൂടുതൽ എനർജി, ചൂട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി റെപ്റ്റൈൽസിന് അല്ലെങ്കിൽ ഉരകങ്ങൾക്കോ ഈ പാമ്പുകൾക്കോ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക, പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ ഇവർ നേരെ ചൂടിലെടുത്ത് പോവാം. അപ്പൊ പുറത്ത് മഴയാണെങ്കിൽ എവിടെയാ ചൂട് കിട്ടുക? നമ്മുടെ ഷൂസുകൾ, നമ്മുടെ ഹെൽമെറ്റുകൾ, നമ്മുടെ വണ്ടികളുടെ എഞ്ചിനുകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, പിന്നെ അടുപ്പുകൾ, വിറകടുപ്പുണ്ടെങ്കിൽ, പിന്നെ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകൾ, പിന്നെ അങ്ങനെ ഇടുങ്ങിയ ഇടങ്ങളൊക്കെയാണ് ഈ പാമ്പുകൾക്ക് ചൂട് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാമ്പുകൾ വന്ന് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അതേപോലെ തന്നെ തണുപ്പ് ഉള്ള പുറത്ത് ചൂടുള്ള സമയത്താണെങ്കിലോ തണുപ്പുള്ള ഇടങ്ങളിൽ വരാം. ഈ പറഞ്ഞ ടൈൽസ് ഉൾപ്പെടുന്ന നമ്മുടെ ബാത്റൂമുകളിലൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത അതാണ്. പക്ഷെ ഇതിലെല്ലാം ഉപരി പാമ്പുകൾ വീട്ടിൽ കയറാനുള്ള പ്രധാന കാരണം എലികളാണ്. പലപ്പോഴും എലികളെ നോക്കിയിട്ടാണ് പാമ്പുകൾ വീട്ടിൽ കയറുന്നത്. ലാസ്റ്റത്തെ ആ ഒരു സ്നേക്ക് ബൈറ്റ് പോലെ അതാണ്. ഈ പാമ്പ് ഈ പറഞ്ഞ പോലെ എലിയുടെ പുറകെ പോകുന്നു, വീട്ടിനുള്ളിൽ ചെന്നെത്തി കഴിഞ്ഞാൽ പിന്നെ പാമ്പ് എന്ത് ചെയ്യുക, പാമ്പിനാകെ ഇതായി പോകും. ഈ എലി വളരെ വേഗത്തിൽ എവിടെയെങ്കിലും പോകും, പാമ്പ് അവിടെ ട്രാപ്പായി പോകും. ട്രാപ്പ് ആയി കഴിയുമ്പോഴാണ് പലപ്പോഴും ആൾക്കാരെ കടിക്കുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് കിടന്നിട്ട് എവിടെയെങ്കിലും ഓടിക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയിൽ നമുക്ക് ഏകദേശം ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞു പാമ്പ് കടിയെ ഒഴിവാക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഒരു പക്ഷേ ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ എന്താ ചെയ്യുക, ഒന്നുകിൽ വിഷവൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോവുക, കല്ല് വെക്കുക. ചിലരാണെങ്കിൽ എന്താ ചെയ്യുക, അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നടിയെ അല്ലെ നായകനെ രക്ഷിക്കാൻ വേണ്ടി നായകൻ പോയിരുന്നു പാമ്പ് കടിയേറ്റ ആളുടെ കടിച്ച ഭാഗത്ത് നിന്ന് എന്താ ചെയ്യുക, ഈ വിഷത്തിനെ വാഗൊണ്ട് സക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വാഗൊണ്ട് എടുത്തിട്ട് തുപ്പിക്കളയുന്ന ഇതൊക്കെ നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ കടിയേറ്റ ഭാഗത്തിന്റെ കുറച്ച് മുറിവിന്റെ ആഴം കൂട്ടിയിട്ട് ഈ പറഞ്ഞ വിഷത്തിനെ അമർത്തി കളയാൻ വേണ്ടി ശ്രമിക്കും. ചിലർ അതിന്റെ തൊട്ട് മുകൾ ഭാഗത്ത് ടൈറ്റ് ആയിട്ടൊക്കെ ഒരു തൂവാല എന്തെങ്കിലും വെച്ച് കെട്ടും, ടൈറ്റ് ആയിട്ട് ഈ വിഷം മുകളിലോട്ട് കയറാക്കാൻ വേണ്ടി. ചിലർ ബേൺ ചെയ്യുക, തീ വെക്കുക, ഐസ് വെക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ. പക്ഷെ ഇതൊന്നും നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുന്നത് കാരണം ആ പേഷ്യന്റ് എന്താ ചെയ്യുക, കൂടുതൽ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഈ പറയുന്ന മാർഗങ്ങളൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പാമ്പിന്റെ വിഷം നമ്മള് വിഷമുള്ള പാമ്പാണ് കഴിച്ചെങ്കിൽ അതിന്റെ ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ, അത് ആന്റി സ്നേക് വെനമാണ്. ഈ ആന്റി സ്നേക് വെനം എവിടെ കിട്ടുക? ഹോസ്പിറ്റലിലാണ് കിട്ടുക. അപ്പൊ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ്, ഒരു തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടി ഏറ്റ ഭാഗം ചലിക്കാതെ നോക്കുക. കാലിലാണെങ്കിൽ അയാൾ നടക്കാനോ ഓടാനോ പാടില്ല. നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ എന്താ പറയുക, ഈ പാമ്പ് കടി ഏറ്റ ആളെ സമാധാനിപ്പിക്കുക. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിക്കുക, നേരെ ആന്റി സ്നേക് വെനമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ട ശരിയായ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു.
കുറച്ച് മിത്തുകളെ പറ്റി, തെറ്റിദ്ധാരണകളെ പറ്റി, പാമ്പുകളെ പറ്റി ആണ് ഏറ്റവും കൂടുതൽ കഥകൾ നമ്മുടെ ചുറ്റുപാടുള്ളത്. കാര്യം ഏറ്റവും കൂടുതൽ പേടിയുള്ളത് കാരണം നമ്മള് നാട്ടില് എന്താ പറയാ ഈ നുണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ പാമ്പിനെ കുറിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയാ കഥകൾ ഉണ്ടാക്കുന്നത്. കാര്യം കഥകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് പാമ്പ്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, പാമ്പാട്ടിന്റെ കാര്യം ഒന്ന്, ചൂള പഠിക്കുന്ന കാര്യം രണ്ട് തെറ്റാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ പാമ്പിന് പാല് കൊടുക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് 100 പാല് കൊടുക്കുക പോലെ ഒരുപാട് അമ്പലങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പാമ്പുകൾക്ക് പാല് കുടിക്കുവാൻ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ പറ്റുമോ എന്നതൊരു ചോദ്യമാണ്. പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പാമ്പ് ഒരു ഉരകജീവിയാണ്. ഇവിടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റു ജീവികളാണ്. എലികളോ എന്ന് കേൾക്കട്ടെ, മറ്റു ജീവികളാണ്. ഈ പാല് എന്ന് പറയുന്നത് നമ്മുടെ ജീവജാലങ്ങളുടെ ആ ഒരു വർഗീകരണം എടുത്തു കഴിഞ്ഞാൽ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? മാമൽസ് ആണ്, അല്ലെങ്കിൽ സസ്തനികൾ, മനുഷ്യൻ ഉൾപ്പെടുന്ന സസ്തനികൾ അവയുടെ കുഞ്ഞുങ്ങളെ എന്താ പറയാ കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ കൊടുക്കാനുള്ള ഒരു മാർഗമാണ് പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ പോലെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം സസ്തനികൾക്ക് അത് ദഹിപ്പിക്കുവാനുള്ള ദഹനരസങ്ങൾ അവയുടെ ദഹന വ്യവസ്ഥയിലുണ്ട്. പക്ഷെ ഈ പാമ്പുകൾക്കുണ്ടോ? ഇല്ല. പാമ്പുകൾക്ക് ഈ പറഞ്ഞ ഈ പാല് ദഹിപ്പിക്കുവാനുള്ള ഒരു ദഹനരസങ്ങളും അവരുടെ ശരീരത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പാമ്പിന് പാല് കുടിക്കുമെന്ന് പറഞ്ഞാൽ തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ചില പാമ്പുകൾ, മുട്ടയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ചില പാമ്പുകൾ മുട്ട കഴിക്കാറുണ്ട്. കാട്ടുപാമ്പ് അല്ലെങ്കിൽ ചേര, മൂർഖനെല്ലാം ഈ ഒക്കേഷണലായിട്ട് ചില അവസരങ്ങളിലൊക്കെ മുട്ട കഴിക്കാറുണ്ട്. ചില പക്ഷികളുടെ മുട്ടയെല്ലാം കഴിക്കാറുണ്ട്. ബട്ട് സ്ഥിരമായിട്ട് അതിന്റെ ഒരു പ്രധാന ഡയറ്റ് അല്ല എന്ന് മാത്രം. ഓക്കെ, മറ്റൊരു തെറ്റായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാഗമാണിക്യം, പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കഥയിൽ കേൾക്കുന്ന കാര്യമാണ്, തലയിൽ നാഗമാണിക്യമുണ്ട്. അത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പാമ്പിന്റെ തലയിലൊന്നും നാഗമാണിക്യമൊന്നുമില്ല. കാരണം ഞാൻ സ്നേക് പാർക്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാനിപ്പോ റെസ്ക്യൂവേഴ്സ് ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്. അപ്പോ നമ്മളൊന്നും ഒരു പാമ്പിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊന്നും നാഗമാണിക്യം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നാഗമാണിക്യം എന്ന് പറയുന്നത് ഒരു കഥ മാത്രമാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ എന്താ പറയാ നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ പാമ്പ് കോട്ടുവായി ഉപയോഗിച്ച്, അല്ലെങ്കിൽ കോട്ടുവായിട്ട് അല്ലെങ്കിൽ അണലി കോട്ടുവായിട്ട് മണം വരിക, പാമ്പ് വായ തുറന്ന മണം വരിക എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. അങ്ങനെയൊന്നുമില്ല. അത് അണലി അല്ലെങ്കിൽ പാമ്പ് വായു തുറക്കുന്നതല്ല. എന്താ പറയാ ഒരു താളി, പാടത്താളി വിഭാഗത്തിൽപ്പെടുന്ന സൈക്കിളിയ പെൽറ്റേറ്റ പോലുള്ള ചില ചെടികളുടെ പൂക്കുമ്പോഴുള്ള മണമാണ്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പാമ്പിന്റെ വാ തുറന്നുള്ള ഒരു മണമാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മിത്തുകൾ പറയാനാണെങ്കിൽ പാമ്പിന്റെ മിത്തുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മിത്തുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, കഥകളുണ്ട്. ആ കഥകളിൽ പലതും ഒട്ടുമിക്കത് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ശരിയല്ല, തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഓക്കെ, ദെൻ അപ്പോ ഇതാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ക്ലാസ് സമയം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സ്പീഡായ ക്ലാസ്. ഒരു കാര്യം ഞാൻ പറയാം, വെളുത്തുള്ളി, മണ്ണെണ്ണ മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പാമ്പിനെ അകറ്റാമെന്നൊരു വിചാരം കൂടിയുണ്ട്. പക്ഷെ അത് തെറ്റ് തന്നെയാണ്. കാര്യം അങ്ങനെ ഒരു ഇതില്ല. പാമ്പുകൾക്ക് എന്താ പറയാ ഈ മണങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു കാര്യമില്ല. അപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ റേഷൻ കടയിലൊക്കെ നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം അതൊക്കെ ഒരു തെറ്റായ കാര്യമാണ്. അപ്പം അതിനെ പാമ്പിനെ അകറ്റാനായിട്ട് മണ്ണെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും മണ്ണെണ്ണ വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ ശരീരം പൊളിപ്പോകാനാണ് ചാൻസ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചുറ്റുമുള്ള എലികൾ ഏറ്റവും കൂടുതൽ അകറ്റുന്നതാരാണ്? പാമ്പുകളാണ്. പലപ്പോഴും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എക്കോളജിക്കൽ റോള് നിർവഹിക്കുന്ന ജീവിയാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എലികളെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഈ ചുറ്റുപാടുന്ന തന്നെ അതിന്റെ പോപ്പുലേഷൻ കുറയ്ക്കുന്ന ഒരേ ഒരു ജീവി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പുകളാണ്. ഓക്കെ, പൂച്ചകളൊന്നും അല്ല, പാമ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാമ്പുകളെ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് പാമ്പുകളെ കൊല്ലാനും അല്ലെങ്കിൽ പാമ്പുകൾ ഏൽക്കുവാനും മരണപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. അപ്പൊ ഇതെല്ലാം എന്താ പറയുക മനസ്സിലാക്കി കുറച്ചും കൂടി ഒരു കോഎക്സിസ്റ്റഡ് ആയിട്ടുള്ള, പണ്ട് കാലത്തെ ആൾക്കാരെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പരിസ്ഥിതി ബോധമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പുതുതലമുറ ആയെങ്കിലോ ഇപ്പോഴുള്ള തലമുറ ആയെങ്കിലും മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ ഈ പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കുവാനും പാമ്പുകളി ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ അധികം പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്താ പറയാ പാമ്പുകളെ കുറിച്ചുള്ള അവബോധം നൽകുന്നതിന് ട്രെയിനിങ് നൽകുന്നതിനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സർപ്പ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊക്കെ പാമ്പിനെ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം വന്നതിന് ഒരുപാട് പാമ്പുകളെയും മരണങ്ങളൊക്കെ കുറയ്ക്കുവാൻ സാധിച്ചു. കാര്യം നമ്മുടെ വീടുകളിലൊക്കെ പാമ്പ് കയറി കഴിഞ്ഞാല്
ഈ പറഞ്ഞ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് റെസ്ക്യൂസ് ട്രെയിനിങ് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഉള്ള റെസ്ക്യൂവേഴ്സിനെ അവർ നിയമിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവസരം ഹലോ ഹലോ, സാറിന്റെ ക്ലാസ് കഴിഞ്ഞു തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. ഹലോ, പറയും. ഈ മൂർഖൻ പാമ്പ് തന്നെ തലയിൽ മുടിയുള്ള ടൈപ്പ് ഒരു മൂർഖൻ പാമ്പുണ്ടോ? ഇല്ല 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 ഇല്ല. പൊതുവെ നമുക്ക് അത് ആ ചോദ്യത്തിൽ തന്നെ എനിക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. മുടി പൊതുവെ അറിയാലോ നമുക്ക് നമ്മുടെ ചില ഇതിലൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് കൂടുതൽ. അത് അതെ 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 അതെ. ചില ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിത്തായിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന തലയിൽ പൂവുള്ള പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. തലയിൽ പൂവുള്ള അതെ അതെ അതെ. അതിന് കോഴിയുടെ ചുണ്ടകൾ അതൊക്കെ നമ്മളൊരു എനിക്ക് തോന്നുന്നത് നമ്മൾ അത് കേൾക്കുന്നതിനൊക്കെ എനിക്ക് ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. കാര്യം നമ്മള് ഇപ്പൊ പാമ്പുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പം ഈ പറയുന്നത് ഒരു കുറച്ചും കൂടെ എന്താ പറയാ നമ്മള് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് മാത്രമാണ്. പലരും ഈ കഥകളായിട്ട് മെനഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പാമ്പിന്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. അതൊരു തീർത്തും ഒരു കഥ മാത്രമാണ്. അതിന്റെ പടങ്ങളും കാണിക്കാറുണ്ട്. അയ്യോ അത് ഇല്ല. അത് പ്രധാന എനിക്ക് അത് എന്തെങ്കിലും മോർഫേസോ അങ്ങനെ എന്തെങ്കിലും ആണ്. അങ്ങനെയൊന്നുമില്ല. കരിങ്കോളി എന്നൊക്കെ പറയുന്ന അതായിരിക്കും എനിക്ക് തോന്നുന്നത്. കരിങ്കോളി എന്നൊക്കെ പറയാറുണ്ട്. അത് പക്ഷെ ഇല്ല. അത് അങ്ങനെ ഒരു പാമ്പില്ല. ഒന്നാമത്തെ കാര്യം പാമ്പിന്റെ ഞാൻ പറഞ്ഞില്ല പാമ്പിന്റെ ഒരു ഇത് രൂപങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുടികളൊന്നും പാമ്പുകൾക്ക് വരാറില്ല. അറിയാലോ നമ്മൾ സസ്തനികളുടെ ഒരു ക്യാരക്ടറാണ് നമ്മൾ കെരാറ്റിൻ ഉൾപ്പെടുന്ന മുടികൾ. അപ്പൊ അത് ഒരിക്കലും ഒരു പാമ്പിന് അറിയാലോ അത് വളരില്ല. അത് അങ്ങനെ ഇതുവരെയായിട്ട് ഒരു പാമ്പ് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു കഥ മാത്രമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇനി ഡൗട്ട്സ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ആ ജേക്കബ്സൺ ഓർഗൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ അതെ. അതെനിക്ക് തോന്നുന്നു ഞാനത് വിട്ടുപോയതാണ്. അപ്പൊ ജേക്കബ്സൺ ഓർഗൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു എന്താ പറയാ ഒരു ഓൾഫാക്ടറി ഓർഗനാണ്. നമ്മുടെ എന്താ പറയാ ഈ സെൻസുകളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഓർഗനാണ് ഈ ജേക്കബ്സൺ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപക്ഷെ നിങ്ങൾ പാമ്പിന്റെ ഒരു ഘടന എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ തലച്ചോറിന് പിൻഭാഗത്തായിട്ട് കാണുന്ന ഒരു ഓർഗനാണ് ഈ പറയുന്ന ഒരു അവയവമാണ് ജേക്കബ്സൺ ഓർഗൻ. അത് പ്രധാനമായിട്ട് ഈ നേരത്തെ പറഞ്ഞ സെൻസുകൾ എന്താ പറയാ അതിനെ തിരിച്ചറിയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് ഈ ജേക്കബ്സൺ ഓർഗൻ. പലപ്പോഴും എല്ലാവരും ഈ ജേക്കബ്സൺ ഓർഗനെ മറ്റേ ഈ വിഷഗ്രന്ഥിയായിട്ടൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് തെറ്റാണ്. വിഷഗ്രന്ഥി വേറെ തന്നെയുണ്ട്, വെനമസ് ഗ്ലാൻഡ് വേറെ തന്നെയുണ്ട്. പക്ഷെ ഈ പറയുന്ന ജേക്കബ്സൺ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസിനെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയാ ഒരു ഓർഗനാണ് ജേക്കബ്സൺ ഓർഗൻ. ഓക്കെ ഓക്കെ സർ. ഞാൻ anyone?
ഹലോ, ഡൗട്ടുകളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടുന്നില്ല. ഇല്ല, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. എനിക്ക് ലാസ്റ്റ് ഞാൻ ഇത് ഏതാണ്ട് മിസ്സായെന്നില്ല, ഇടയ്ക്ക് നെറ്റ്വർക്ക് കട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ സർപ്പയിനെ പറ്റി പറഞ്ഞതൊക്കെ എനിക്കൊന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അതൊന്ന് പറയാമോ? സർപ്പയെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞിട്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേൾക്കാൻ കഴിഞ്ഞോ? നെറ്റ്വർക്ക് കട്ടായി ഞാൻ പിന്നെ അറിയുന്നത്. വനം വകുപ്പിന്റെ അല്ലേ സാർ? അതെ 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 അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നോ? ഒന്ന് പറയാമോ? അത് സർപ്പ, ഞാൻ ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ അതൊന്നുകൂടെ. അത് സർപ്പ എന്ന് പറയുന്നത് ഒരു നമ്മുടെ വനംവകുപ്പിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, കേരള വനംവകുപ്പിന്റെ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പാമ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം, ഒരു ശാസ്ത്രീയമായ രീതിയിൽ അതിനെ എന്താ പറയാ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു എന്താ പറയാ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ സർപ്പ എന്ന് പറയുന്നത്. 2019-20 കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് പേർക്ക് കേരളത്തിലുടനീളം വരുന്ന ആൾക്കാരെല്ലാം കൃത്യമായിട്ട് ട്രെയിനിങ്, പാമ്പിനെ എന്താ പറയാ പൊതുവെ എപ്പോഴും പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ എന്താ പറയാ എല്ലാവരും ചുറ്റുമുള്ള ആൾക്കാരെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എന്താ പറയുക കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ പാമ്പിനോ അല്ലെങ്കിൽ പാമ്പ് പിടിക്കുന്ന ആൾക്കോ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കോ ഒരു തരത്തിലുള്ള അപകടവും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് വളരെ മിനിമൽ ആയിട്ട് ഒരു പാമ്പിനെ എന്താ പറയാ കൈകാര്യം ചെയ്തിട്ട് എന്താ പറയാ ആൾക്കാർക്ക് ഒരു ഉപദ്രവം അല്ലെങ്കിൽ പാമ്പിനോ ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് അതിനെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള റെസ്ക്യൂ. അത് പരിശീലിപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പദ്ധതി കേട്ടോ സർപ്പ എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഈ സർപ്പയിൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് ഈ പാമ്പിനെ എന്താ പറയാ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ പോലെ പാമ്പിന്റെ റെസ്ക്യൂവേഴ്സ്, പിന്നെ പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങൾ, പിന്നെ നമ്മുടെ ആന്റി സ്നേക് വെനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാ പഞ്ചായത്തുകളും അല്ലെങ്കിൽ പഞ്ചായത്തിലെ പ്രതിനിധികളും ആൾക്കാരും എല്ലാം ഈ പറഞ്ഞ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഈ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പാമ്പുകളെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിദഗ്ധരോട് അതിന്റെ കാര്യങ്ങൾ ചോദിക്കുവാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട് എന്നൊരു വിശ്വാസം. അപ്പൊ സർപ്പ അതൊരു അങ്ങനെ ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോ എന്താ പറയുക കേരളത്തിൽ തന്നെ ഇത്രയും എന്താ പറയാ വളരെ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുകയും എനിക്ക് തോന്നുന്നു ഇപ്പൊ കർണാടകത്തിൽ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ അതാണ് സർപ്പ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് കേട്ടോ. സർപ്പ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നതിന് മുന്നേ കേരളത്തിൽ 106 എങ്ങണ്ടായിരുന്നു ഒരു വർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം. അത് 2019 ഓക്കെ. ഇപ്പൊ 2025 35 പേരാണ്. ഒരു 1/3 കുറയ്ക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള അവബോധവും ക്ലാസ്സുകളും എല്ലാം നൽകിയിട്ട് സർപ്പയിലൂടെ സാധിച്ചു എന്നതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, ഒരു 5 വർഷം കൊണ്ട് ഉണ്ടായ ഒരു ഒരു മാറ്റമാണ് സത്യം പറഞ്ഞാൽ. അതിന്റെ ഒരു പ്രധാന കാരണം ഈ പാമ്പുകടീന്റേത് കടീന്റേത് കുറയാനുള്ള പ്രധാന കാരണം സർപ്പയാണ്. ആൾക്കാർ കൂടുതൽ എന്താ പറയാ ബോധവൽക്കരണം ലഭിച്ച് തുടങ്ങാനും ഈ പറഞ്ഞ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സർപ്പയുടെ കാര്യം എന്ന് പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ഞാൻ എനിക്ക് ലാസ്റ്റ് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മിത്തുകളുടെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാനത് കുറച്ച് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജേക്കബ്സന്റെ കാര്യം, ജേക്കബ്സിനെ ഞാൻ അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. ജേക്കബ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കെമിക്കൽ സിഗ്നൽസ് ഒക്കെ അവര് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിനെ എന്താ പറയാ മനസ്സിലാക്കുവാനും ഒരു ഓൾഫാക്ടറി ഓർഗൻ പോലെ നമ്മുടെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ സെൻസുകളെ ഏകോപിപ്പിക്കുവാനും കെമിക്കൽ സെൻസുകളൊക്കെ തിരിച്ചറിയുവാനും എല്ലാം ആണ് നമ്മൾ ഈ ജേക്കബ്സൺ ഓർഗൻ ഉപയോഗിക്കുന്നത്. വെനം ഗ്ലാൻഡ് വേറെ കേട്ടോ. വെനം ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ തലച്ചോറിന്റെ അടുത്തായിട്ടുള്ള വേറൊരു വെനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അപ്പൊ ഈ വെനം ഗ്ലാൻഡ് എന്താ പറയാ അത് അവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് നമ്മുടെ ഗ്രന്ഥികൾ പോലെ തന്നെയാണ്, നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ പോലെ തന്നെയാണ് ഈ വെനം നേരെ എന്ത് ചെയ്യാ ആ ഗ്ലാൻഡിലൂടെ നമ്മുടെ ഈ 2 ഫാൻസുകൾ, നമ്മൾ ദ്രംഷ്ടാന്ന് നമ്മൾ യക്ഷികൾ പറയുന്ന പോലെ ഇവർക്ക് 2 പല്ലുണ്ടാവും, വളഞ്ഞ എന്താ പറയാ നീണ്ടിട്ടുള്ള കുടല് പോലുള്ള പല്ലുകൾ. അപ്പൊ അതിലൂടെയാണ് ഈ പറഞ്ഞ ഈ വെനം
എന്താ പറയാ ഒഴുകി വരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സിറിഞ്ച് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ മറ്റ് പറഞ്ഞ ഇരകളുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും നേരെ ഇരയുടെ ബ്ലഡിൽ എത്തുക ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെനം, പോയിസൺ, നമ്മൾ ഈ പാമ്പുകളെല്ലാം പോയിസണസ് എന്ന് പറയില്ല, വെനമസ് എന്നാ പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് അവരെ വെനമസ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനം, വിഷം രണ്ടു തരമുണ്ട്, പോയിസണും വെനമും ഉണ്ട്. വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കെമിക്കൽ നമ്മുടെ ഈ എന്താ പറയാ ഈ വിഷങ്ങളെല്ലാം ഏകദേശം ഈ എന്താ പറയാ ഒരു പ്രോട്ടീനാണ്, ഒരു തരത്തിലുള്ള പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് നമ്മുടെ ഈ വെനം അല്ലെങ്കിൽ വിഷം. അപ്പൊ ഈ വിനം ഈ ഇഞ്ചക്ട് ചെയ്തിട്ട് ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഇത് എന്ത് ചെയ്യുക, അതൊരു വിഷമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് വിഷങ്ങളാണ് വെനം. ഓക്കെ, അപ്പൊ ഈ പാമ്പുകൾ അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വിഷങ്ങൾ ആണ് പൊതുവെ വെനമസ് ആയിട്ട് പറയുന്നത്. ചില തേളുകളില്, ചില ജീവികളിലൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇഞ്ചക്ട് ചെയ്യുന്നതെല്ലാം വെനമായിരിക്കും. ശരീരത്തിനുള്ളിൽ കയറിയാൽ മാത്രമേ എന്താ പറയാ അത് വിഷമായിട്ട് ആക്ട് ചെയ്തുള്ളൂ. ഒരുപക്ഷെ ഈ പറയുന്ന വിഷം, പാമ്പിന്റെ വിഷം നമ്മൾ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവാറില്ല, കാര്യം അത് നമ്മുടെ ദഹന രസത്തിൽ തന്നെ ദഹിച്ച് പോകും. ഓക്കെ, പക്ഷേ മറിച്ച് പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പോയിസൺ ഡാർക്ക് ഫ്രോഗെല്ലാം ഉണ്ട് ആമസോണിൽ. അപ്പൊ നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആ വിഷം നമ്മുടെ ശരീരത്തിൽ കയറും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എലി വിഷം, അതൊക്കെ പോയിസണസ് ആണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിലെത്തിയാൽ തന്നെ നമ്മൾ മരിക്കും, ബ്ലഡിൽ എത്തണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ടൈപ്പ് വിഷങ്ങളാണ് പോയിസൺ എന്ന് പറയുന്നത്. പാമ്പുകൾ നമ്മൾ വെനമസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലെ എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചോദിക്കാട്ടോ. ഓക്കെ സർ. സർ, പൈത്തന്റെ പേരന്റൽ കെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് പേരൻസ് എന്നാണ് പറയുന്നത് പൈത്തനെ, അവിടെ പേരന്റൽ കെയറിങ്. അപ്പം പലപ്പോഴും ഇതിന്റെ പേരന്റൽ കെയറിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തതയൊന്നും ആർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം നാച്ചുറലി നമുക്കറിയാവുന്ന ഇപ്പൊ സാർ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അറിവുകളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പൊ ഈ പേരന്റൽ കെയറിംഗ് ടെക്നിക്സുകളെ കുറിച്ച് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ആണെന്ന് പറയുന്നു, അപ്പം അവരുടെ പേരന്റൽ കെയർ രീതിസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, മെത്തേഡ്. സാർ കേൾക്കാമോ? ഓക്കെ കേട്ടില്ല, സോറി, അത് മ്യൂട്ട് ആയിരുന്നു കേട്ടോ, സോറി. അപ്പൊ പൊതുവെ ഈ പാമ്പുകൾ, നമ്മുടെ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ പാമ്പുകൾ ഉൾപ്പെടുന്ന റെപ്റ്റൈൽസ് ഒന്നും പൊതുവെ എന്താ പറയാ ഈ പാരന്റൽ കെയർ ചെയ്യാറില്ല. പാമ്പുകളുടെ കാര്യമാണെങ്കിൽ പോലും എന്താ പറയാ ഈ പറയുന്ന അവർ ഗാർഡ് ചെയ്യുക, ഈ പറയുന്ന മുട്ടയിട്ട് കഴിഞ്ഞാൽ തന്നെ അതിനെ സംരക്ഷിക്കാറൊന്നും പൊതുവെ ഈ പറയുന്ന പാമ്പുകളൊന്നും ചെയ്യാറില്ല. ഈവൻ കിങ് കോബ്ര പോലും എനിക്ക് തോന്നുന്നു മുട്ട ഇട്ടിട്ട് അതിന് മറ്റൊരു എന്താ പറയാ ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ട് രണ്ടറ പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് ഇരിക്കുക ചെയ്യുന്നത്. അതിപ്പോ നമ്മൾ ഒരു ഗാർഡിങ് ആയിട്ട് പലപ്പോഴും പറയാറില്ല, മുട്ടകളെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ പറയാറില്ല. പക്ഷെ ഈ പൈത്തന്റെ കാര്യം പറയുമ്പോൾ പൊതുവെ ഒരു മുട്ട ഇട്ട് കഴിഞ്ഞാലും പലപ്പോഴും ഈ പറയുന്ന മുട്ടയുടെ ചുറ്റും തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഈ മുട്ടയെ കോയിൽ ചെയ്ത് അതിന്റെ ചുറ്റും തന്നെ കിടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തന്നെ പൊതുവെ ഈ പറഞ്ഞ പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് പാരന്റൽ കെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മറ്റു പാമ്പുകളിൽ നിന്നൊരു കുറച്ചുകൂടെ വിഭിന്നമായിട്ടുള്ള ഒരു സ്വഭാവം പൈത്തന് കാണിക്കാറുണ്ട്. മറ്റു പാമ്പുകളൊന്നും കാണിക്കാറില്ല. റെപ്റ്റൈൽസും പോലും എനിക്ക് തോന്നുന്നു ക്രോക്കഡൈൽസ് മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു പാരന്റൽ കെയർ കാണിക്കാറുള്ളൂ. മുട്ടയിട്ടിട്ട് അതിന്റെ ചുറ്റുപാട് തന്നെ ഉണ്ടാവും. മറ്റു ജീവികളൊന്നും പൊതുവെ ഇപ്പം കടലാമ്പ് തന്നെ നമുക്കറിയായിരിക്കും, അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് പാരന്റൽ കെയർ ചെയ്യില്ല, അത് മണ്ണിട്ട് മൂടിയ ശേഷം അത് പോകുന്നു, പിന്നെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾ കടലിലോട്ട് പോകുന്നത് മാത്രമാണ്. അപ്പോൾ ഈ പൈത്തന് ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം, പാരന്റൽ കെയർ ആണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? ആർക്കും ഇനി ഡൗട്ട്സുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ തന്നെ കോർഡിനേറ്റ് മെമ്പർ ആയിട്ടുള്ള ഷജീർ റഹ്മാൻ ഔട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി ഷജീർ റഹ്മാനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേക്സ് അറൗണ്ട്
മിത്സ് ആൻഡ് ഫാക്ട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ വിജ്ഞാനപ്രദവും പ്രയോജനപ്രദവുമായ ഒരു സെക്ഷൻ നയിച്ച ശ്രീ നന്ദൻ വിജയകുമാർ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പാമ്പുകളെ കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത തെറ്റിദ്ധാരണകൾ മാറ്റി ശാസ്ത്രീയമായ അറിവുകൾ വളരെ ലളിതമായി പങ്കുവയ്ക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടി കൃത്യമായി സംഘടിപ്പിച്ച സംഘാടകർക്കും പരിപാടി തടസ്സമില്ലാത്ത നടത്തിപ്പിനായി സാങ്കേതികമായി സഹായിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സെക്ഷൻ സജീവമായി പങ്കെടുക്കുകയും അത് വലിയൊരു വിജയമാക്കി തീർക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പങ്കാളികൾക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. नमस्कार जी, नमस्कार।